السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പരിശുദ്ധ ഖുർആനിൽ ബയ്യന അല്ലാഹു അസ്സ വജൽ ثلاثة من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر بعد أن أنقذه الله منه كما يكره أن يقذف في النهار. شفيعنا رسول الله محمد سيد الكونين والثقلين والفريقين من عرب ومن عجم. نبينا الأمير ناهي فلا أحد أبر في قول لا منه ولا نعمي. فاق النبيين في خلق وفي خلق ولم يدانه في علم ولا كرم. وكلهم من رسول الله ملتمس غرفا من البحر أو رشفا من الديام. وواقفون لديه عند حدهم من نقطة العلم أو من شكلة الحكم. ينشل مولاي صلي وسلم مولاي صلي وسلم نودي چلي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. نودي مولاي صلي وسلم على حبيبك خير الخلق كلهم. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തു നീ മദീന ശരീഫിലേക്ക് നീ എത്തിക്കണം അല്ലാഹ്. അതിന്റെ കാരണം കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ നാവിന് മരിക്കുന്നത് വരെ നീ ക്യാൻസർ നൽകല്ല അല്ലാഹ്. ഞങ്ങളെ തടിക്ക് നീ രോഗം നൽകല്ല അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ മാരകമായ രോഗം തന്ന് നീ പരീക്ഷിക്കല്ല അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് മദീന കാണണം, മദീനയിലെത്തണം, റൗളാ ശരീഫിലെത്തണം, അവിടെ 2 റക്അത്ത് നിസ്കരിക്കണം. ബാബുസ്സലാമിലൂടെ കയറിയിട്ട് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹളറത്തിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദുനാ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് സ്വലാത്തും സലാമും പറയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കാരണമാക്കണം അല്ലാഹ്. അഭിവന്ദരായ ജമാഅത്ത് ഖത്തീബ് ഉസ്താദ് ഹനീഫ് സഖാഫി 10 വർഷത്തോളം ഇതിന്റെ നേതൃത്വം വഹിച്ച് കമ്മിറ്റിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ പ്രാസ്ഥാനിക കുടുംബത്തിന്റെ നേതൃത്വം കൂടിയായ അഭിവന്ദരായ മുത്തലിബ് ഹാജി, കാര്യദർശി, ഉപാധ്യക്ഷന്മാർ, ജ്യോതകാര്യദർശിമാർ,
കോശാധികാരി, മറ്റ് കമ്മിറ്റി മെമ്പർമാർ, ഈ നാട്ടിലുള്ള സഹോദര സഹോദരിമാർ, അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. കുറേ നീട്ടി വഅള് പറയുന്നില്ല, കുറച്ച് സമയം. പക്ഷേ ആ സമയം ഞാൻ എത്ര സെക്കൻഡ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും, എത്ര മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിലും, എത്ര ടൈം സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ദുനിയാവിൽ ഉപകാരം ഉണ്ടാകണം, എനിക്ക് മരിക്കുന്ന സമയത്ത് ഉപകാരം ഉണ്ടാകണം, എനിക്ക് ഖബറിൽ ഉപകാരം ഉണ്ടാകണം, എനിക്ക് ആഖിറത്തിൽ ഉപകാരം ഉണ്ടാകണം. അതുപോലെ നിങ്ങൾക്കും ഇവിടെയുള്ള ഉമ്മപങ്ങന്മാർക്കും ഉണ്ടാകണം. അല്ലാഹു അതിന് ഈ മജ്ലിസ് കാരണമാക്കുമാറാവട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവരും സ്വലാത്ത് ചൊല്ലാം, കിടാക്ക മാത്രം എല്ലാവരും സ്വലാത്ത് ചൊല്ലിയെങ്കിൽ തന്നെ അത് തന്നെ വലിയ മരുന്നാണ്, അതന്നെ വലിയ മരുന്ന്. ഉമ്മമാരോട് ചെല്ലുന്ന സീക്കിന്റെ മരുന്നാണ് സ്വലാത്ത്. സ്വലാത്ത് ഒരു പൊരയിൽ ഒരു ഔത്ത് ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് പൊരയിൽ ചൊല്ലിക്കൊണ്ടേയിരുന്നാൽ അല്ലാഹു നമ്മളെ പൊരയിൽ ബലാ തരേല, മുസീബത്ത് തരേല, ഷർറുകൾ തരേല, ബേജാറുകൾ അല്ലാഹു നൽകൂല. നിങ്ങ ഗൊന്തുള്ള ഒരു വലിയ ഉസ്താദാണ്, ഞങ്ങളെ ഇതേ ഭാഗത്തുള്ള, ഈ ഭാഗത്തൊക്കെ വലിയ നേതൃത്വം നൽകിയ ഒരു വലിയ മഹാനാണ് ആര്? താജുൽ ശരീഅ ശൈഖുന അലിക്കുഞ്ഞി ഉസ്താദ്. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. മഹാനായ താജുൽ ശരീഅ വലിയ മഹാനാണ്. ഈ റായത്ത് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്റെ പരിസരത്തെല്ലാം ബന്ധുണ്ടോ? അലിക്കുഞ്ഞി ഉസ്താദ്. എല്ലാ ഉസ്താദന്മാരെയും ഉസ്താദാണ്. നമ്മളെ സാദാത്ത് തങ്ങളെ ഉസ്താദാണ്, സാദാത്ത് തങ്ങളെ ഉസ്താദാണ് അലിക്കുഞ്ഞി ഉസ്താദ്. കുമ്പോല് ആറ്റക്കോയ തങ്ങളെ ഉസ്താദാണ് അലിക്കുഞ്ഞി ഉസ്താദ്. കുമ്പോല് കുഞ്ഞിക്കോയ തങ്ങളെ ഉസ്താദാണ് അലിക്കുഞ്ഞി ഉസ്താദ്. വലിയ ആലിം, നമ്മളെ നൂറുകണക്കിന് മഹല്ലുകളുടെ ഖാദിയായ താജുൽ ഫഖഹാ ബേക്കൽ ഉസ്താദിന്റെ ഉസ്താദാണ് താജുൽ ശരീഅ അലിക്കുഞ്ഞി ഉസ്താദ്. അപ്പോ താജുൽ ശരീഅ ഉസ്താദ് വലിയ മഹാനാണ്. കേരളത്തിലെ ഒരു പക്കമുണ്ട്, തളിപ്പറം, കണ്ണൂർ. നിങ്ങൾക്കെല്ലാം ഗൊന്തുണ്ടാവും കണ്ണൂർ. കാസർഗോഡ് കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ, കണ്ണൂർ കഴിഞ്ഞാൽ പിന്നെ കാലിക്കറ്റ്. ആ കണ്ണൂരിലുള്ള തളിപ്പറമ്പിൽ ഒരു വലിയ ഒരു ശരീഅത്ത് കോളേജ് ഉണ്ട്, ഖുവത്തുൽ ഇസ്ലാം. അന്ന് അവിടെ ദർസ് നടത്തിയ വലിയ ഉസ്താദാണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്. അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. വലിയ മഹാനാണ് ശംസുൽ ഉലമ ഉസ്താദ്. ആ ശംസുൽ ഉലമ ഉസ്താദ് അപ്പ അവിടെ വലിയ 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 ആലിമീങ്ങളെല്ലാം അന്നുണ്ട് അവിടെ ദർസിൽ. അതിൽ ഒരാളാണ് CM അബൂബക്കർ മുസ്ലിയാർ. കുറച്ചു നേരം ഞാൻ ചെല്ലുന്നില്ല, നിങ്ങൾ കേട്ടോ? കിടാക്കളെല്ലാം ഇപ്പ ചായ വരുന്നു,
സമൂസ വരുന്നില്ലേ? നല്ല സാധാ സമൂസ അല്ല, സ്പെഷ്യലായിട്ടുള്ള സമൂസ. മാത്രം സമൂസ തരുന്ന ആൾമാർ അവിടെ CC ക്യാമറ വെച്ചിട്ടുണ്ട്. ആരെല്ലാം പളക്കം പറയുന്ന അവർക്ക് സമൂസ ഇല്ല. ഇവിടെ 10,000-60,000 രൂപ ഖർച്ചാക്കിട്ട് CC ക്യാമറ വെച്ചിന്. അതെ, അപ്പൊ അവിടെ CC ക്യാമറ നോക്കിക്കൊണ്ടുള്ള ഇവിടുത്തെ സെക്രട്ടറി ഇസ്മായിലും ബാക്കിയുള്ള ആൾമാർ, സൈലന്റ് ആയിട്ടുള്ള ആൾ കിടക്കാര്, അവർക്ക് ഒതുങ്ങെങ്കിൽ 2 സമൂസ. അപ്പൊ എന്താക്കണോ? സൈലന്റ് ആവും. അപ്പൊ CM അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ വലിയ അന്നത്തെ ആ ദർസിന്റെ സീനിയറായ സ്റ്റുഡന്റ് ആണ്. പിന്നെ വലിയ ദർജയിലെത്തി. പിന്നെ ആരായി? ഖുതുബുല്ലാല മുഹമ്മദ് അബീബക്കർ മടവൂരി CM വലിയുള്ളയായി മുപ്പര്. അപ്പോ ആ റായത്തെ ആസ്പാസിലുള്ള ആൾമാർ ആ സ്ഥാപനത്തിലേക്ക് എന്നിന് ഔറ ഔത്തു മൗലിദ് നടക്കുന്നു. ആ മൗലിദിന് ഉസ്താദന്മാരെ ഒന്ന് ദഅവത്താക്കാൻ വേണ്ടിട്ട് വന്നു. അപ്പൊ അവിടെ ഉള്ള മാനേജർ, ഉസ്താദന്മാർ ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പൊ കടത്താനാന്നില്ല. അതായത് അവർ ബേരല്ല കടത്താനാന്നില്ല എന്നല്ലെങ്കിൽ അവർ ബേരല അതിന് ഇളക്കി. അങ്ങനെ അവർ ബേജാറിൽ മടങ്ങുമ്പോ ഒരു മുത്തഅല്ലിം, കുറച്ച് സീനിയർ ആയൊരു മുത്തഅല്ലിം, താടി മീശന്റെ ബന്ധുക്കളുടെ മുത്തഅല്ലിം അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഖുർആൻ ഓതും. നീ ആൾമാർ അയാളിങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നും കൂടി ഒന്ന് നോക്കിയേ, പിന്നെ ഒന്നും കൂടി നോക്കിയേ. അവർ അവിടെ ഉള്ള ആളോട് ചെല്ലത് അയാൾ മതി ഞങ്ങൾക്ക് മൗലിദിന്, അയാൾക്ക് ഫ്രീ ഉണ്ടാ. അയാളൂടെ ഓതുന്ന മുത്തഅല്ലിം, വലിയ മുത്തഅല്ലിം, വലിയ ദർസം, വലിയ 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 ആലിമീങ്ങളെല്ലാം ഉണ്ട് ആ ദർസിൽ. ഈ CM വലിയുള്ളാഹി മടവൂർ ആണ് ആ ദർസിൽ മുത്തഅല്ലിമൻ. അപ്പോ നിങ്ങൾ അയാളോട് പോയിട്ടൊന്ന് കേട്ടോളി. അയാൾ ഓക്കെ ആക്കി ഇൻഷാ അല്ലാഹ്. അങ്ങനെ പോയി CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന അന്നത്തെ ആ ആലിമിനോട്, ഞങ്ങൾ ഔത്തു മൗലിദ് ഉണ്ട്, ഞങ്ങളെ റായ ഇന്ന റായ അവിടെ വലിയ ഗ്രാൻഡ് മൗലിദ്. അന്ന് പിന്നെ ഗ്രാൻഡ് എന്ന് പേരില്ല, ഓരോരു കാലത്തിനനുസരിച്ചിട്ട് ഓരോരു പേര് മാത്രം. ചില ആൾമാർ വിചാരിക്കുന്ന അങ്ങനെ കുണ്ടതവട്ടില് മൗലിദ് ഉണ്ട്, മൂടഭദ്ര മൗലിദ് ഉണ്ട്, എങ്കിലും റസൂലുള്ളാഹിന്റെ കാലത്ത് മൗലിദ് ഉണ്ടാ, റസൂലുള്ള ഓതണ്ട, അങ്ങനെയെങ്കിലും ഓതേണ്ടത് സിദ്ദീഖ് തങ്ങളല്ലേ. ആ കാലത്ത് ആ ടൈമിന് മൗലിദ് ഉണ്ടായി. പക്ഷെ ഇതുപോലെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കിതാണ്ട് കൂടെ മൗലിദിന്റെ പ്രോഗ്രാം നടക്കുമ്പോ ഷീറ്റില്ല, ഉണ്ടാ ഷീറ്റില്ല, ഉണ്ടാ ഇല്ല. കഴിഞ്ഞ കൊല്ലം ഉണ്ടായ ഷീറ്റ് ഇല്ല, ഈ ഷീറ്റില്ല, ഈ ആണ്ടുണ്ട്. അപ്പോ ഒരു സെലപ്പിന്റെ ഒരു വന്നിട്ട് ഷീറ്റാവല, അത് ശിർക്ക്, അത് കിതാണ്ടില്ല. അപ്പൊ ഈ ഷീറ്റ് ഇട്ടത് എന്താക്കുന്നേ? ഓരോരു ടൈമിന് ഓരോരു യോജിച്ച രൂപത്തിലുണ്ടാവും. ഇപ്പൊ ഇപ്പൊ നല്ല സമൂസയും ചായ ഉണ്ട്, അത് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല, നിനക്ക് ഓർമ്മയില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല എന്നാണ് അധ്യക്ഷർ പറയുന്നത്. ഈ വർഷം സമൂസയും ചായയും കൊണ്ട് അത് കിതാണ്ടില്ല, അതുകൊണ്ട് ഇത് പുതിയത്, അതുകൊണ്ട് ബിദ്അത്ത്, അത് വേണ്ടെന്നില്ലെങ്കിൽ അവന് സമൂസ തിന്നാൻ ഭാഗ്യമില്ല.
യഥാർത്ഥത്തില് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ മൗലിദ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി കിടാക്കളോട് ഞാൻ എന്ത് ചെല്ലുന്ന റസൂലുള്ളാഹിന്റെ പേരേക്കും എന്ത് ചെല്ലണോ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത് വന്നപ്പോ സ്വഹാബത്ത് ഇരുന്നിട്ട് ഇങ്ങനെ മൗലിദ് ഓതുന്നു. ആരെ മൗലിദ്? സയ്യിദുനാ അബുൽ ബശർ ആദം അലൈഹിസ്സലാമിന്റെ മൗലിദ്. ആദം സഫിയുല്ലാഹ് ഇങ്ങനെ ആദം നബിയുടെ മൗലിദ് ഓതുന്നു. തങ്ങള് ഹബീബായ മുത്തുനബി തങ്ങൾ അതിങ്ങനെ കേട്ട് മുഖത്ത് വലിയ കൊസിയായി. കുറച്ചപ്പുറം പോകുമ്പോ പിന്നെ കുറെ സ്വഹാബത്ത് അപ്പുറത്തെ ഭാഗത്ത് നിന്ന് സയ്യിദുനാ ശൈഖുൽ അംബിയാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മൗലിദ് ഓതുന്നു. റസൂലുള്ളാഹ് അത് കേട്ടപ്പോ വലിയ കൊസിയായി. കുറെ അപ്പുറത്ത് പോകുമ്പോ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മൗലിദ് ഓതുന്നു. മുത്തുനബിക്ക് വലിയ കൊസിയായി. കുറച്ചപ്പുറം പോകുമ്പോ സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മൗലിദ് ഓതുന്നു. മൂസാ കലീമുല്ലാഹ്, മൂസാ നജിയുല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ മൻഖൂസ് മൗലിദ് ഓതുന്നത് പോലെ അവിടെ നിന്ന് സ്വഹാബത്ത് ഓതുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഓതുകയാണ്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഓതുകയാണ്. ഈസാ നബിന്റെ മൗലിദും അങ്ങോട്ട് ഓതുകയാണ്. ഹബീബായ തങ്ങൾ എല്ലാ മൗലിദും കഴിഞ്ഞപ്പോ പറഞ്ഞു, അത് എന്റെ ഉപ്പാപ്പമാരായ അമ്പിയാക്കളാണ്, അത് എന്റെ ഉപ്പാപ്പമാരായ മുൻഗാമികളായ അമ്പിയാക്കളാണ്. അവരെ മദ്ഹ് പറഞ്ഞ് അവരെ മൗലിദ് ഓതിയപ്പോ എനിക്കത് വലിയ കൊസിയായി. പക്ഷെ ഞാൻ നിങ്ങളോട് ചെല്ലട്ട പറയട്ട, അന ഹബീബുല്ലാഹ്, അന റസൂലു റബ്ബിൽ ആലമീൻ, അന റഹ്മത്തുൽ ലിൽ ആലമീൻ, അന റാഹത്തുൽ ലിൽ ആശിഖീൻ, അന മുറാദുൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജുസ് സാലികീൻ, മിസ്ബാഹുൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, അന ജദ്ദുൽ ഹസൻ വൽ ഹുസൈൻ, അബുൽ ഖാസിം മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി നൂറിൻ മിൻ നൂരില്ലാഹ്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ആദം നബിന്റെ മൗലിദ് ഓതി, നിങ്ങൾ ഇബ്രാഹിം നബിന്റെ മൗലിദ് ഓതി, നിങ്ങൾ മൂസാ നബിന്റെ മൗലിദ് ഓതി, അതുപോലെ എന്റെ വിഷയം എന്റെ മദ്ഹ് ഞാൻ പറയുകയാണ്. റസൂലുള്ളാഹി ഇത് പറഞ്ഞപ്പോ സ്വഹാബത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ وجب الشكر علينا ما دعا لله داع. ഇത് എ പി ഉസ്താദ് മാത്രം ഓതി എ പി ഉസ്താദ് തുടങ്ങിയ മൗലിദല്ല, ഉള്ളാളം തങ്ങൾ തുടങ്ങിയ മൗലിദല്ല, കുറത്ത തങ്ങൾ തുടങ്ങിയ മൗലിദല്ല, ഇ കെ ഉസ്താദ് തുടങ്ങിയ മൗലിദല്ല, കണ്ണിയ ഉസ്താദ് തുടങ്ങിയ മൗലിദല്ല, ബേക്കൽ ഉസ്താദ് തുടങ്ങിയ മൗലിദല്ല, സുരുവൈർ ഉസ്താദ് തുടങ്ങിയ മൗലിദല്ല. ഇത് തുടങ്ങിയത് മുഴുവനും സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് ഈ മൗലിദ് തുടങ്ങാനുള്ള കാരണം മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഒന്നുകൂടി ഞാൻ നിങ്ങളോടൊരു വിഷയം പറയട്ടെ. ഇപ്പൊ കൊറോണ വന്നു, ഒരു 3 വർഷം മുമ്പ് ഇവിടെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോ എല്ലാവരും ബേജാറിലായി, പള്ളി ബന്ധായി, ഇല്ലേ, ജുമുഅ നിന്നുപോയി, ജമാഅത്ത് നിന്നുപോയി, ബാങ്കുകൾ നിന്നുപോയി, ഹറമടക്കം ബന്ധായി പോയി, എല്ലാ ഷോപ്പുകളും ബിസിനസ്സുകളും നിന്നുപോയി, കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ബന്ധായി, ഒരു സെക്കൻഡ് പോലും മുറിയാതെ ഓടുന്ന ഫ്ലൈറ്റുകളും ഒരു മിനിറ്റ് പോലും മുടങ്ങാതെ വാഹനങ്ങളും ഒക്കെ നിന്ന്
നിന്നുപോയി. ആ കൊറോണ ആ രൂപത്തിൽ വന്നപ്പോ എന്തൊക്കെ ബേജാറുണ്ടായി. ആ സീക്ക് വന്നപ്പോ എത്ര ബാല്യക്കാരാണ് മരിച്ചുപോയത്, എത്ര ബാല്യക്കാരിത്തികളാണ് മരിച്ചുപോയത്, എത്ര ആൾമാരാണ് ഒരു നാള് പിന്നെ ഉഷാറുള്ള ആൾമാർ പിറ്റന്നാള് കൊറോണ വന്ന് മരിച്ചുപോയി. എങ്കിലേ കുണ്ടതപെട്ടിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, ഈ വയസ്സായ ഒന്ന് രണ്ടാൾമാരോടെ കാണുന്നു, ചിലപ്പോ അവർക്ക് കൊണ്ടുണ്ടാവും. അല്ലെങ്കിൽ പഴയ ഇരിയമാരോട് നിങ്ങൾ കേട്ടു നോക്കി, 100 വർഷം മുമ്പ് ഈ റായത്ത് ഒരു സീക്ക് വന്നിനെ, ഈ റായത്ത് ഒരു സീക്ക് വന്നിനെ. അത് കർണാടകയിൽ ആ സീക്കുണ്ടാഞ്ഞി, അത് കേരളത്തിൽ ആ സീക്കുണ്ടാഞ്ഞി, അത് തമിഴ്നാട്ടിൽ ആ സീക്കുണ്ടാഞ്ഞി. അത് എങ്ങനത്തെ സീക്കാണ്? അത് കൊറോണ പോലെയുള്ള സീക്കല്ല. 100-150 വർഷം മുമ്പ് വന്ന ആ സീക്ക് ഒരു നാള് ഇപ്പൊ കൊറോണ വന്നാൽ അത് പോസിറ്റീവ് ആവാറുണ്ട്, അത് നെഗറ്റീവ് ആവാറുണ്ട്. നമ്മുടെ ടെസ്റ്റിന് വേണ്ടി, പോസിറ്റീവിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതിന്. അതുപോലെ കൊറോണ വരുമ്പോ മാസ്ക് ധരിച്ചാൽ അതിന് പരിഹാരമുണ്ട്, കഷായം കുടിച്ചാൽ അതിന് പരിഹാരമുണ്ട്, മറ്റുള്ള പല രീതിയിലുള്ള പരിഹാരങ്ങളുണ്ട്. പക്ഷെ 150 ആണ്ട് മുന്നേ ഉമ്മാ, എന്റെ വഅദ് നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഓ ബാല്യക്കാരെ നിങ്ങളും വഅദ് കേൾക്കുന്നുണ്ടല്ലോ. 150 വർഷം മുമ്പ് ഈ മലബാറിലെ ആ സീക്ക് വ്യാപകമായി വന്നപ്പോ, ആ സീക്ക് വന്നപ്പോ എങ്ങനെയാണത്? സ്വബൈക്ക് നല്ല ഉഷാറുണ്ട്, ഒരു മേളില് ഒരു മേളിൽ എന്ത് ചെയ്യുന്നേ, ഒരു തീ വരുന്നേ, ഒരു പനിന്റെ രീതിയിലുള്ള ഒരു ചൂട് വരുന്നേ, പിന്നെ ബ്ലഡ് അങ്ങട്ട് ഛർദിക്കുന്നു, ബ്ലഡ് അങ്ങട്ട് ചോര അങ്ങട്ട് ഛർദിക്കുന്നു, ശരീരത്തിൽ വ്രണങ്ങള്, പുണ്ണുകള്, കുരുക്ക് കുരു, അതുപോലെ പുണ്ണുകൾ, ചൊറികൾ ഉണ്ടാകുന്നു. സുബഹിക്ക് ബാല്യക്കാരത്തിയായ മോളെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയിട്ട് അബ്ബസ്വറത്തിന് പോയിട്ട് വൈകിട്ട് ആ ബാല്യക്കാരത്തിയായ പെണ്ണ് കിടാവിനെ നല്ല നല്ല സാമാനം കൊണ്ടുവന്ന് പൊരയിലെത്തുമ്പോ ഈ ബാല്യക്കാരത്തി പെണ്ണ് പടപടപടക്കുകയാണ്, അവള് ഛർദിക്കുകയാണ്, ബ്ലീഡിംഗ് ഉണ്ടാകുകയാണ് വായിലൂടെ, അവള് മരിക്കുകയാണ്. ഇന്നലെ ഉണ്ടായ ബാല്യക്കാരനായ മോന് ഇന്ന് ഇല്ല, ഇന്നലെ ഉള്ള അബ്ബ ഇന്ന് ഇല്ല, ഇന്നലെ ഉള്ള ഉമ്മ ഇന്ന് ഇല്ല, ഇന്നലെ ഉള്ള മകൻ ഇന്ന് ഇല്ല. അങ്ങനെയുള്ള ഒരു രോഗം 150 വർഷം മുമ്പ് നമ്മളെ റായത്ത്, നമ്മളെ നാട്ടിൽ വന്നപ്പോ ഡോക്ടർമാര് പറഞ്ഞു ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, ഇത് പോസിറ്റീവ് ആവാറില്ല, ഇത് നെഗറ്റീവ് ആവാറില്ല, ഇത് മാസ്ക് ഇട്ടിട്ട് പരിഹാരമില്ല. വൈദ്യശാസ്ത്രം മുഴുവൻ വല്ലാതെ ബേജാറായി. ഡോക്ടർമാർ മുഴുവനും പറഞ്ഞു ഇതിന് മരുന്നില്ല, ഇതിന് മെഡിസിൻ ഇല്ല, ഇതിന് പരിഹാരമില്ല, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് അവർ കൈ മലർത്തുകയാണ്. എല്ലാവരും വിളി കൊടുക്കുകയാണ്, എല്ലാവരും ഇടുകയാണ്. ഒറ്റ കബറിൽ തന്നെ 4-5 മയ്യത്തുകളെ മറമാടുന്ന ഒരു അവസ്ഥ. നമ്മളെ റായത്ത് വന്ന ഒരു വിഷയമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ പഴയ ആൾമാരോട് പോയിട്ട് കേട്ടു നോക്കി. നിങ്ങൾ ആ രൂപത്തിൽ ആ രോഗം വ്യാപകമായി വന്നപ്പോ ഇന്നലെ ഉള്ള പെഞ്ഞായി ഇന്ന് ഇല്ല, ഇന്നലെ ഉള്ള അബ്ബ ഇന്ന് ഇല്ല, ഇന്നലെ ഉള്ള 17 വയസ്സുള്ള മോള് ഇന്ന് ഇല്ല. മരണം കാട്ടുതീ പോലെ വ്യാപിക്കുന്ന ഒരു അവസ്ഥ വന്നു. എല്ലാവരും നിലവിളിക്കുകയാണ്, എല്ലാവരും ബൊബ്ബയിടുകയാണ്, എല്ലാവരും കരയുകയാണ്. അപ്പോഴാണ് ഒരു വിവരം കിട്ടുന്നത്, ഒരു മെസ്സേജ് വരുന്നത്, ഒരു അറിയിപ്പ് വരുന്നത്. ബേജാറാകേണ്ടതില്ല, ഈ സീക്കിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഈ സീക്കിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇതിന് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ജനങ്ങൾ ഇത് കേട്ടപ്പോ കേട്ട സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ മരുന്നുണ്ടെന്ന് അറിഞ്ഞ സ്ഥലത്തേക്ക്, ഡോക്ടർ ഉണ്ടെന്ന് അറിഞ്ഞ സ്ഥലത്തേക്ക് ഇവര് ഓടുകയാണ്, ഇവര് ഓടുകയാണ്. അങ്ങനെ ഞാൻ ചുരുക്കി പറയുന്നു, കർണാടകയിലുള്ള പലരും
കേരളത്തിലുള്ള പലരും തമിഴ്നാട്ടിലുള്ള പലരും അവരൊക്കെ ആ വിവരം കിട്ടിയ സ്ഥലത്തേക്ക് ഓടുകയാണ്. ഉള്ള ഗാഡിയിൽ അവർ പോകുകയാണ്. എത്തിയ സ്ഥലം നോക്കുമ്പോ അവിടെ ഹോസ്പിറ്റൽ കാണുന്നില്ല, അവിടെ ആസ്പത്രി കാണുന്നില്ല, അവിടെ ഡോക്ടർ കാണുന്നില്ല, അവിടെ മരുന്ന് കാണുന്നില്ല, അവിടെ സിസ്റ്റർമാരെ കാണുന്നില്ല, അവിടെ ഒരു ഇഞ്ചക്ഷന് കാണുന്നില്ല, അവരൊരു ടെസ്റ്റ് കാണുന്നില്ല. എത്തിയത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലുള്ള പൊന്നാനി എന്ന് പറയുന്ന നാട്ടിലാണ് അവരെത്തിയത്. എത്തിയത് എവിടെയാണ്? പൊന്നാനി പള്ളിയുടെ മുന്നിലാണ്. നിങ്ങൾ ഇന്നലെ വാട്സപ്പ് നോക്കിയോ എന്നറിയില്ല. വാട്സപ്പ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ, പൊന്നാനി കടപ്പുറത്ത് 10,000കണക്കിന് ആലിമീങ്ങളും തങ്ങന്മാരും മോമിനീങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് മലിക്കുൽ മുളഫർ അവാർഡ് ഉസ്താദിന് നൽകിയത് നമ്മൾ ഇന്നലെ വായിച്ചിട്ടുണ്ട്. ആ പൊന്നാനിയിലാണ് ജനങ്ങൾ 150 കൊല്ലം മുമ്പ് എത്തിയത്. അവിടെ നോക്കുമ്പോ അവര് വിചാരിച്ചു ഇതാരോ ഞങ്ങളെ ഡോങ്കിയാക്കിയതാണ്, ഇതാരോ ഞങ്ങളെ പറ്റിച്ചതാണ്, ഈ രൂപത്തിൽ ഇതിന് മരുന്നില്ല, ഡോക്ടറൊന്നും ഇവിടെ കാണുന്നില്ല. ബേജാറോടുകൂടെ അവര് വിളി കൊടുക്കുമ്പോ ബബ്ബിടുമ്പോ രാത്രി ഇശാ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഒരു വലിയ ആലിമ് പുറത്തു വരികയാണ്. അന്ന് ആ നാട്ടിന്റെ ഖതീബ് ഉസ്താദാണത്, ആ നാട്ടിന്റെ മുദരിസാണത്, ആ നാട്ടിന്റെ ഖാദിയാണത്. ആ കാലത്ത് ആ ഭാഗത്ത് വലിയ അറിയപ്പെട്ട വലിയ മഹാനായ വലിയ വലിയാണത്. അവര് പള്ളിയുടെ പുറത്തു വന്നു. അതിൽ പോയതിൽ ആണുണ്ട്, പെണ്ണുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്, മുസ്ലിമുണ്ട്, ഹൈന്ദവനുണ്ട്, ക്രൈസ്തവനുണ്ട്, അങ്ങനെ പല മതക്കാരുമുണ്ട്. കാരണം അവർ ചിന്തിച്ചത് എന്റെ നാട്ടിലുള്ള ഖബർസ്ഥാനിലുള്ള ഒറ്റ ഖബറിൽ 4-5 മയ്യത്തുകള് അടക്കപ്പെട്ടിട്ടുണ്ട്. എന്റെ പെഞ്ഞായവിടെ സക്കറാത്തിന്റെ ഹാലിലാണ്, എന്റെ മോന് മരണത്തോട് മുഖാമുഖം കാണുകയാണ്. അങ്ങനെ ബേജാറിൽ ഓടി വന്നതാണ്. ഈ പള്ളിയുടെ മുന്നിലെത്തി. രാത്രി സമയത്ത് ഈ പള്ളിയിൽ നിന്ന് ആലിമ് പുറത്ത്, ഈ വലിയ മഹാന് പുറത്തു വന്നു. എല്ലാവരും കരയുകയാണ്, എല്ലാവരും വിളി കൊടുക്കുകയാണ്, എല്ലാവരും ബേജാറോടുകൂടെ ബൊബ്ബയിടുകയാണ്. ഈ മഹാനവറുകൾ എല്ലാവരും നോക്കിയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞു, സലാം പറഞ്ഞു. സലാം അടക്കിയതിന്റെ ശേഷം മഹാനായ ആ അന്നത്തെ പൊന്നാനിയിലെ ഖാദിയായ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം അൽ-മഅബരി റളിയല്ലാഹു അൻഹു, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളാണ് ആ പള്ളിയിലെ അന്നത്തെ ആലിം, അന്നത്തെ ഖാദി. അവര് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ബൊബ്ബയിടുന്നത്? അപ്പൊ എല്ലാ ആൾമാരും ചൊല്ലി, ഞങ്ങൾ ഇന്ന റായത്ത് ആൾമാരാണ്, ഞങ്ങൾ ഇന്ന നാട്ടുകാരാണ്, ഞങ്ങളെ നാട്ടിൽ ഈ സീക്ക് വ്യാപകമായി വന്നിട്ടുണ്ട്. വല്ലാത്ത ബേജാറിലാണ് എല്ലാവരും, കുടുംബങ്ങൾ മുഴുവനും ബേജാറിലാണ്. ഡോക്ടർമാര് പറയുന്നത് ഇതിന് മരുന്നില്ല, ഇതിന് പരിഹാരമില്ലെന്നാണ് പറയുന്നത്. ഓ നാട്ടുകാരെ, മോമിനീങ്ങളെ, കൊറോണ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പല വേയും ഉണ്ടായിരുന്നു, പല പരിഹാരവും ഉണ്ടായിരുന്നു. പക്ഷെ 150 കൊല്ലം മുമ്പ് വന്ന ഞാൻ ഈ പറയുന്ന സീക്കിന് ഒരു വേയും ഇല്ല, ഒരു പരിഹാരവുമില്ല, ഒരു മെഡിസിനും കണ്ടിട്ടില്ല, ഒരു മാത്രയും ഇല്ല, ഒരു കഷായവുമില്ല, ഒരു മാസ്കുമില്ല. അങ്ങനെയുള്ള ആ സീക്കിന്റെ ബേജാറുകൾ ആ നാട്ടിലുള്ള മഹാനോട് പോയ ആൾമാർ
ആൾമാർ ചൊല്ലിയപ്പോ ഞങ്ങളെ നാട്ടിലുള്ള വൈദ്യശാസ്ത്രം പറയുന്നത്, ഡോക്ടർമാര് പറയുന്നത്, MBBSന്റെ ആൾമാർ പറയുന്നത് ഇതിന് മരണമല്ലാതെ മൗത്തല്ലാതെ പരിഹാരമില്ലെന്നാണ്. അപ്പോഴാണ് ആ പള്ളിയുടെ ഇമാമായ ഖാദിയായ മഹാനായ വലിയായ സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങൾ പറഞ്ഞത്, ഓ മക്കളെ, ഡോക്ടറല്ലേ പറഞ്ഞത് സീക്കിന് മരുന്നില്ലെന്ന്. മരുന്ന് തരാൻ കഴിവുള്ള ഒരാളുണ്ട്. ഫാകുൻ അമാനിയമിൻ ശർറിൽ ഹയാതി വമിൻ ശർറിൽ മമാതി വമിൻ ഇഹ്റാഖി ജുസ്മാനി വകുൻ ദീനായല്ലദി മാ ബഅദഹു ഫലസു ഫാകുൻ ഫകാകിയാമിൻ അഗ്ലാലി അസ്യാനി. മദീനയുടെ രാജാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി, മദീനയുടെ രാജാവാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുണ്ടാകുമ്പോ ബേജാറാകേണ്ടതില്ല. അതുകൊണ്ട് സുബ്ഹി വരെ, നേരം വെളുക്കുന്നത് വരെ നിങ്ങൾ സബർ ചെയ്യണമെന്ന് പറയുകയാണ്. ജനങ്ങൾ മുഴുവനും സൈലന്റായി. ആ മഹാനെ കണ്ടപ്പോ തന്നെ പാതി സീക്ക് പോയി. സുബ്ഹി കഴിഞ്ഞപ്പോ, ഓ നാട്ടുകാരെ, നമ്മൾ അറിയാൻ വേണ്ടി പറയുകയാണ്, നമ്മളെ റായത്ത് വന്ന ഒരു സീക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനത്തെ സീക്ക് മിന്നയും ഉണ്ടായിട്ടില്ല, ഇനി വരാനുമില്ല. ആ സീക്കിന്റെ പേരാണ് വബാ. ആ സീക്കിന്റെ പേരാണ് ത്വാഊന്. ആ സീക്കിന്റെ പേരാണ് മലയാളത്തിൽ വസൂരി എന്ന് പറയുന്ന രോഗം. ഇതൊരു 150 വർഷം മുമ്പ് നമ്മളെ നാട്ടിൽ വന്ന ഒരു സീക്കായിരുന്നു. ആ സീക്ക് വന്നിട്ട് സെക്കൻഡുകൾ കഴിയുന്നതിന്റെ മുമ്പ്, മിനിറ്റ് കഴിയുന്നതിന് മുമ്പ്, 1 ഗണ്ടയാകുന്നതിന്റെ മുമ്പ് ബ്ലീഡിംഗ് ആയി ചോര ഛർദ്ദിച്ച് മരിച്ചു പോയവരുടെ എണ്ണം 1 അല്ലല്ലോ, 2 അല്ലല്ലോ, 10 അല്ലല്ലോ, 50 അല്ലല്ലോ, 100 കണക്കിന് ആൾക്കാരാണ് മരണപ്പെട്ടു പോയത്. സൈനുദ്ദീനുൽ മഖ്ദൂമാകുന്ന അന്നത്തെ ആ പള്ളിന്റെ ഖാദിയായ മഹാനായ വലിയനോട് ബേജാറ് പറഞ്ഞപ്പോ പരിഹാരമുണ്ടെന്ന് പറഞ്ഞു. സുബ്ഹി കഴിഞ്ഞപ്പോ മഹാനവറുകൾ പുറത്തു വന്നു. കയ്യിൽ എഴുതുന്ന ഒരു സാധനമുണ്ട്, പെണ്ണ് പോലെ, എഴുതാനൊരു ഏടുണ്ട്, പുസ്തകം പോലെ. എന്നിട്ട് അവിടെ ഉള്ള ആൾമാരോട് ചൊല്ലി, നിങ്ങൾക്ക് ഞാൻ ഈ സീക്കിന്റെ മരുന്ന്, ഇതിന്റെ ട്രീറ്റ്മെന്റ് ഞാൻ എഴുതി തരികയാണ്. അത് നിങ്ങൾ എല്ലാവരും വായിക്കണം. അറിയുന്നവര് വായിക്കണം, അറിയാത്തവർക്ക് വായിച്ചു കൊടുക്കണം. ആ മരുന്ന് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോഴാണ് മനുഷ്യന്മാർ, അവിടെയുള്ള ആൾമാർ പറഞ്ഞത്, ഏത് മെഡിസിൻ ആണെങ്കിലും അതിൽ ലാക്ക് കർച്ചി ഉണ്ടെങ്കിലും ഞങ്ങൾ റെഡിയാണ്. കാരണം ഞങ്ങളുടെ ഫാമിലിയിലുള്ള അവസ്ഥ അങ്ങനെയുള്ള അവസ്ഥയാണെന്ന രീതിയിൽ പറയുമ്പോ മഹാനായ സൈനുദ്ദീനുൽ മഖ്ദൂം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ വന്ന സീക്കിന് മരുന്നില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരുന്ന് എഴുതി തരികയാണ്. അല്ലാഹുവിന്റെ പേര് കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ട് അന്നത്തെ വസൂരിക്ക്, അന്നത്തെ വബായിന്, അന്നത്തെ താഊനിന്, MBBSും വൈദ്യശാസ്ത്രവും കൈവിട്ട ആ രോഗത്തിന് മരുന്ന് പറഞ്ഞത് എന്താണ്? സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹ്രി റബീഇൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഅൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ വഅഖ്റജഹു ഫീ ആഖിരിൽ സമാനി കമാ ഖദ്ദറ വഅബദാ വഅൽബസഹു ഖിൽഅത്തൽ ജമാൽ التي لم يلبسها أحدا فولد بوجه خجل قمرا وفرقدا ألا هو الذي توسل به سيدنا آدم أنت تتلو بيننا في الكهبات بك البدور بل أشرف منه يا سيدي خير النبي نجلي حسبه ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله أنت أم أبو ما رأينا فيهما مثل
إلى حسنك قط يا سيدي خير النبي كل حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അങ്ങനെയാണ് ഇവിടെ മങ്കൂസ് മൗലിദ് ഉണ്ടായത്. എന്തെങ്കിലും വിവരമില്ലാതെ എന്തെങ്കിലും അരപ്പടിപ്പ് പഠിച്ചിട്ട് ആൾമാരെ കൊല്ലുന്ന ആൾമാരുണ്ട്. താടി വലിയ ഉഷാറുണ്ടാവും, ബാക്കിയെല്ലാം കാഴ്ചക്കെല്ലാം ഉണ്ടാവും. അവര് പറയുന്നത് എന്ത്? മങ്കൂസ് മൗലിദ് അത് ഓതാൻ കഴിയല, അത് ഈ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയ ആളാര്? പൊന്നാനിയിലെ അന്നത്തെ ഖാദിയായ വലിയായ അന്നത്തെ ഹറമിന്റെ മുദരിസായ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളുടെ ശിഷ്യനാണ്. അങ്ങനെയാണ് മങ്കൂസ് മൗലിദ് ഉണ്ടായത്. നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലിദ് അങ്ങനെ ഉണ്ടായത്. ആ മൗലിദ് മങ്കൂസ് മൗലിദ് ഓതലോടുകൂടെ പിന്നെ വബാ ഇല്ല. പിന്നെ 2025 സെപ്റ്റംബർ 20 താരീഖ് വരെ ആ രോഗം പിന്നെ വന്നിട്ടില്ല. അതുകൊണ്ട് ഇടയിൽ ഞാൻ നേരത്തെ ചെല്ലിയത് ഞാൻ കണ്ടിന്യൂ ആക്കുക. ഇടയിൽ ഞാൻ നിങ്ങളോട് ചെല്ലുന്ന ഉമ്മമാരോട് ചെല്ലുന്ന ചെന്നി കുത്ത് മാറണ, വയറുനൊമ്പലം മാറണ, അതുപോലെ കൈകാല് കടച്ചല് മാറണ, മക്ക നല്ല ആഫിയത്തുള്ള മക്കളാകണ, നല്ല ബർക്കത്തുള്ള പൊരയാവണ. മങ്കൂസ് മൗലിദ് ധാരാളം ഓതണം, മങ്കൂസ് മൗലിദ് ധാരാളം ചൊല്ലണം. ചില ആൾമാർ അത് റബീഉൽ അവ്വലിൽ മാത്രം ചെന്ന ആൾമാരുണ്ട്. അങ്ങനെയില്ല, വാരത്തിൽ ഒരു തിങ്കളാഴ്ച ജാവും എപ്പോഴും പൊരയിലോതണം. യാ റബ്ബേ, എല്ലാ തിങ്കളാഴ്ച ജാവും ഹനീഫ് സഖാഫി ഉസ്താദിനെ വിളിച്ചിട്ട്, കൂടെയുള്ള ഹിമമി ഉസ്താദിനെ വിളിച്ചിട്ട്, ബാക്കിയുള്ളവരെ വിളിച്ചിട്ട്, ജമാഅത്തിലുള്ളവരെ വിളിച്ചിട്ട്, അത് വേണ്ട. ഔറ പെഞ്ഞായി മറ മക്കളെ ഇരുത്തിയിട്ട് ഓതുന്ന തിങ്കളാഴ്ച ജാവും. പൊരയിൽ ബലാഗ് വേണ്ട, പൊരയിൽ മുസീബത്ത് വേണ്ട. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ നേരത്തെ ചെല്ലിയത് എന്തിന്റെ എന്തോ ഒരു വിഷയം, മഹാനായ താജുശ്ശേരിയ അലിക്കുഞ്ഞ് ഉസ്താദ്. അതിന്റെ ഇടയിൽ ഒരു റായത്ത്, ആ മൗലിദ്, അതാണ് ഈ മൗലിദ് വരാൻ കാരണം. ഒരു റായത്ത് മൗലിദ് എങ്ങനത്തെ ഒരു ടിമ്പർ കച്ചവടക്കാരനാണ് ഒരു രാജ്യം. അയാള് എല്ലാ ശനിയാഴ്ചകളിലും ശമ്പളം കൊടുക്കും. കുറെ പണിക്കാർ, വലിയ ടിമ്പർ. ആ ശനിയാഴ്ചന്റെ അയാളെ ശമ്പളം കൊടുത്തിട്ട് ബാക്കിയുള്ള ఖర్చు കഴിഞ്ഞിട്ടുള്ള പൈസയിൽ നിന്ന് ഒരു ക്യാഷ് എടുത്ത് അങ്ങനെ ഒരു വർഷം റബീഉൽ അവ്വൽ ആകുമ്പോ ആ പൈസ മുഴുവൻ റായത്തെ എല്ലാ ആണ് പെണ്ണ് ചെറുത് വലുത് ആലിം മുതഅല്ലിം ഉസ്താദ് തങ്ങന്മാർ എല്ലാരും വിളിച്ചിട്ട് മൗലിദ. ഈ മൗലിദിനാണ് ആരെ വിളിക്കാൻ വന്നേ? ഈ ഖുവത്തുൽ ഇസ്ലാം തളിപ്പറമ്പ് സ്ഥാപനത്തിലുള്ള ഉസ്താദന്മാർ. വേറെ കുറെ ആളുണ്ട്. അപ്പൊ ഒരാൾ ഉസ്താദില്ലാന്നില്ല, ഒരാൾ അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതും. അപ്പൊ അവരയാളെ വീട് കണ്ടിട്ടാകുമ്പോ ഒരു കൊസിയായി. അപ്പോ മെല്ലെ പോയ അസ്സലാമു അലൈക്കും വസ്സലാം റഹ്മത്തുള്ളാഹ്, ഞങ്ങളെ പൊരയിൽ ഞങ്ങൾ ഔത്ത് മൗലൂദുണ്ട്, നിങ്ങ വരണം എന്ന് പറഞ്ഞു. ഞനക്ക് വരണാന്നില്ല, എന്റെ ചട്ട തുണിയില്ല. ചട്ട തുണി കഥാൻ വേണ്ടിട്ട് കൊടുത്തിന്. പണ്ടത്തെ കാലത്ത് ആകെ ഉണ്ടാകുന്ന സിംഗിളല്ലേ, അപ്പൊ വെളുത്ത ചട്ട തുണി അത് കഥാൻ വേണ്ടിട്ട് കൊണ്ടുപോയി. അത് എനിക്ക് അതിയിട്ട് ഉണങ്ങിയിട്ട് പിടിച്ചിട്ടെല്ലാം ലേട്ടാവും. അപ്പൊ വന്ന ആൾമാർ ചെല്ലി ഒരു ആജിയാരെ പോലെയില്ലേ, കൊറേ മജ്ലിസുണ്ട്. ഒരു നാളില് മൗലിദിനെ നിങ്ങ വന്നേ പിന്നെ ആക്കാം, നിങ്ങ എത്ര ലേട്ടായെങ്കിൽ തൊന്നരില്ല. അവർക്കുള്ള വീട് കണ്ടിട്ടാകുമ്പോ ഒരു റാഹത്തായി. അതാരി സി എം വലിയുല്ലാഹി മടവൂർ, ഖുത്ബുല്ലാല മുഹമ്മദ് അബീബുൽ മടവൂരിയാണ് മുതഅല്ലിം. അപ്പോ നിങ്ങ വന്നിട്ട് മതി മൗലിദ്. കുറെ കഴിഞ്ഞ പിന്നെ ഒരു ചെറിയൊരു മുതഅല്ലിം, ഒരു ചെറിയ പഠിക്കുന്ന ഒരു മുതഅല്ലിം തുണിയും ഇവരെ തുണിയും ചട്ടയെല്ലാം കതിയിട്ട് കൊണ്ടുവരും.
അങ്ങനെ CM വലിയുള്ള ജില്ല നിങ്ങൾ ഇത്ര നേരം എന്നെ കാത്താ, ഇനി ഞാൻ വരാം. ആ തുണി കൊടുത്ത ചട്ടയിട്ട് എന്നിട്ട് വന്ന ആൾമാരോട് കെട്ടി എന്റെ ചട്ട എങ്ങനെയുണ്ട്, എന്റെ തുണി എങ്ങനെയുണ്ട്, എന്റെ ഷർട്ട് എങ്ങനെയുണ്ട്. അപ്പോഴാണ് ആ വന്ന മൗലിദിനെ വിളിക്കാൻ ദഅവത്തിന് വന്ന നാട്ടുകാര് പറഞ്ഞത് നല്ല ചന്തമുണ്ട്, നിങ്ങളെ ഈ കതീറ്റ് ക്ലീനാക്കിയിട്ടാകുമ്പോ ഈ ചട്ട നല്ല ചന്തമുണ്ട്, ഈ തുണി നല്ല ചന്തമുണ്ട്. അപ്പോഴാണ് മഹാനായ അന്നത്തെ മുതഅല്ലിമായ പിന്നീട് വലിയ ഔലിയാക്കളിൽ പ്രധാനിയായി അറിയുന്ന മഹാനായ CM വലിയുള്ളാന്റെ മറുപടി, എന്റെ തുണി ചന്താക്കി തന്നത്, എന്റെ ചട്ട ചന്താക്കി തന്നത് ഈ മുതഅല്ലിമാണ്. ഈ മുതഅല്ലിമിന്റെ ഉള്ളും പുറവും അല്ലാഹു ചന്തമാക്കട്ടെ എന്ന് ദുആരുന്ന ആര്? മഹാനായ മടവൂര് ശൈഖ്. ആ അന്ന് തുണിയും അന്ന് ചട്ടയും തുണിയും കതീറ്റ് കൊണ്ടുവന്ന മുതഅല്ലിം കിടാവ് ആരാണ്? ഇവിടെ നേതൃത്വം, ഈ ഭാഗത്ത് നേതൃത്വം നൽകുന്ന സാദാത്ത് തങ്ങളെ ഉസ്താദാകുന്ന മഹാനായ ഉസ്താദുൽ അസാതീദ് താജുശ്ശേരി അലിക്കുഞ്ഞി ഉസ്താദാണ്. അലിക്കുഞ്ഞി ഉസ്താദാണ് ആ മുതഅല്ലിം. ഞാനിപ്പോ പറയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ നാട്ടുകാരെ കൂടെ ഇവര് മൗലിദിന് പോയി. മഹാനായ CM വലിയുള്ള, അന്ന് CM വലിയുള്ള എന്ന് ലോകത്തിൽ അറിയപ്പെട്ടിട്ടില്ല, പബ്ലിക്കായി പുറത്ത് അറിയപ്പെട്ടിട്ടില്ല. അവിടെ പോയി നിൽക്കുമ്പോ ഒരുപാട് മോമിനീങ്ങളുണ്ട്, ഒരുപാട് ആലിമീങ്ങളുണ്ട്, വലിയ വലിയ മഹാന്മാരുണ്ട്. CM വലിയുള്ള എന്നൊരു മുതഅല്ലിം മാത്രമാണല്ലോ, ഒരു വലിയ മുതഅല്ലിം മാത്രമാണ്. അവര് പോയി എവിടെ ഇരുന്ന് മൗലിദങ്ങട്ട് തുടങ്ങി. മൗലിദ് ഇങ്ങനെ ഓരോരോ ഹദീസ് കഴിയുമ്പോ അവിടെ ഉള്ളവര് ഈ മുതഅല്ലിമിനെ മാത്രം ശ്രദ്ധിക്കുമ്പോ മുഖത്ത് വല്ലാത്തൊരു ലങ്കല് വരികയാണ്, കണ്ണ് വല്ലാതെ കലങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒന്നാമത്തെ ഹദീസ് കഴിഞ്ഞു, രണ്ടാമത്തെ ഹദീസ് കഴിഞ്ഞു, മൂന്നാമത്തെ ഹദീസ് കഴിഞ്ഞു, നാലാമത്തെ ഹദീസ് കഴിഞ്ഞു. എല്ലാവരും ബൈത്ത് ചെല്ലാൻ ഒരുങ്ങുമ്പോ ഈ CM അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ആ വലിയ ആലിമ്, അന്നത്തെ മുതഅല്ലിമായ ആലിമ് ഒന്ന് പെട്ടെന്ന് ഒന്ന് പെടക്കുകയാണ്, ഒന്ന് നെട്ടുകയാണ്. അവിടുന്ന് പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്നിച്ചുള്ളവരോട് പറഞ്ഞു എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. വലിയ വലിയ ആലിമീങ്ങൾ ആ സദസ്സിലുണ്ട്, വലിയ വലിയ മുദരിസ്മാരുണ്ട്, ഒരുപാട് വലിയ വലിയ ഉമറാക്കളുണ്ട്. പക്ഷെ അവരെല്ലാം അറിയാതെ നിന്നുപോയി. മൗലിദ് കഴിഞ്ഞപ്പോ അവിടെയുള്ള ഒരാൾ ചോദിച്ചു, അല്ല ഉസ്താദെ, അല്ല മൊയ്ലാറെ, അശ്റഖ ചെല്ലുമ്പോ നിൽക്കാറുണ്ട്, എല്ലാവരും അശ്റഖ ചെല്ലുമ്പോ നിൽക്കാറുണ്ട്, അശ്റഖ ചെല്ലുമ്പോ നിൽക്കാൻ പറയാറുമുണ്ട്. ഈ ബൈത്ത് ചെല്ലുമ്പോ ആരും നിൽക്കാറില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് പിടച്ച് എഴുന്നേറ്റ് നിന്നത്, ബാക്കിയുള്ളവരോട് നിൽക്കാൻ ആവശ്യപ്പെട്ടതെന്ന് ചോദിക്കുമ്പോ മഹാനായ CM അബൂബക്കർ മുസ്ലിയാർ എന്ന ഇന്നത്തെ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കൽ മടവൂര് തങ്ങളുടെ മറുപടി, ഹബീബായ മുത്തുനബി ഈ മജ്ലിസിൽ വന്നപ്പോ, തങ്ങൾ ഈ മജ്ലിസിലേക്ക് ഹാദിറായപ്പോ, തങ്ങൾ വന്നപ്പോ, തങ്ങളെ മുഖം കണ്ടപ്പോ, أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور. സൂര്യനെ പോലെ ചന്ദ്രനെ പോലെ അല്ല, സൂര്യനെക്കാളും അപ്പുറം ചന്ദ്രനെക്കാളും അപ്പുറം ശോഭയോടെ തങ്ങൾ സദസ്സിൽ വരുമ്പോ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. ഓ ഈമാനുള്ള മോമിനീങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്
തങ്ങളെ സ്നേഹിക്കലാണ് ഇസ്ലാം, തങ്ങളെ സ്നേഹിക്കലാണ് ഈമാൻ, തങ്ങളെ സ്നേഹിക്കലാണ് ദുനിയാവിന്റെ വിജയം, തങ്ങളെ സ്നേഹിക്കലാണ് മരണസമയത്തുള്ള വിജയം, തങ്ങളെ സ്നേഹിക്കലാണ് ഖബറിലുള്ള വിജയം, തങ്ങളെ സ്നേഹിക്കലാണ് ആഖിറത്തിലുള്ള വിജയം. തങ്ങളെ സ്നേഹം വെക്കണം, തങ്ങളെ മഹബ്ബത്ത് വെക്കണം. ഉമ്മമാരെ ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. റബീഉൽ അവ്വൽ തീർന്നു പോയില്ലേ, റബീഉൽ അവ്വൽ കഴിഞ്ഞു പോയില്ലേ, സ്വലാത്ത് നിർത്തേണ്ടതില്ല. ഞാനിതെല്ലാം ചെല്ലാൻ കാരണം എന്തുകൊണ്ടാ? ഞാൻ ഒരിക്കൽ അലിക്കുഞ്ഞ് ഉസ്താദിനെ, അത് ചെല്ലുമ്പോ ഇത് ഓർമ്മയായി മാത്രം, അലിക്കുഞ്ഞ് ഉസ്താദിനെ കാണാൻ വേണ്ടിട്ട് പോയി. ഓടെ ഉസ്താദിന്റെ റായുണ്ട് നമ്മളെ കുമ്പോല് നേരെ ഇപ്പുറം ഷിറിയ. പോകുമ്പോ ഉസ്താദ് അവിടെ ഇരുന്നിട്ട് ദലായിലുൽ ഖൈറാത്ത് ഇങ്ങനെ ഓതുന്നു. അപ്പൊ ഉസ്താദിന്റെ പോയിട്ട് ചായയും കൊണ്ടത്. ഉസ്താദിന്റെ നല്ലൊരു സ്വഭാവം, അല്ലാഹു ഉസ്താദിന്റെ കൂടെ നമുക്ക് സ്വർഗം തരട്ടെ. അങ്ങനെ ചായയും കടി ഉസ്താദിനെ കൊണ്ട്. അപ്പോ 10-20 ലക്ഷത്തിന്റെ ഒരു ഗാഡി, നല്ല വിലയുള്ള ഒരു ഗാഡി വന്ന് അതിലൊരാൾ, ഒരു കുടുംബം വണ്ടിയില്ലെന്നറിയില്ല. ഞാനിങ്ങനെ അവരെ നോക്കി, ഉസ്താദ് ഇങ്ങനെ ഓതിക്കൊണ്ട് അവര് നോക്കുമ്പോ കാര്യമായ ഉമറാക്കളിൽപ്പെട്ട നല്ല VIP ആൾമാർ. അയാൾ വന്ന് സലാം പറഞ്ഞ ഉടനെ ഉസ്താദിന്റെ കാലിൽ വീണിട്ട് ബുൾപ്പിടാൻ തുടങ്ങി. എന്ത് ഏതെന്നില്ല, ഉസ്താദിന്റെ കാലിൽ വീണ് ബുൾപ്പിടാൻ തുടങ്ങി. ഉസ്താദ് യാ റബ്ബേ കാല് പിടിച്ചിട്ടുണ്ട് മോനെ എന്ന് പറഞ്ഞ് ഉസ്താദിന്റെ താക്കത്ത് പോലെ കൈ പിടിച്ചിട്ടാണ്. എന്റെ ബിൾപ്പെടുന്നത് ചോദിക്കുമ്പോ അയാൾ പറഞ്ഞു, ഉസ്താദേ ഇത് എന്റെ മോള്, അതെന്റെ പുതിയാപ്പിള, എന്റെ മരുമകന് മംഗലം കഴിഞ്ഞിട്ട് 2 വർഷം ഭർത്തിയായിട്ടില്ല. ഇപ്പം നോക്കുമ്പോ എന്റെ മോള് കരിപ്പുംചിയാണ്, ഗർഭിണിയാണ്. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഒരു സ്വന്തം മകള് ഗർഭിണിയാണെന്ന് അറിയുമ്പോ നിങ്ങൾ ഉപ്പാപ്പയാകുന്ന കൊശിയില് നിങ്ങൾ സന്തോഷിക്കേണ്ടതല്ലേ? എന്തിനാണ് നിങ്ങള് ബിങ്ങി 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 ബിൾപ്പെടുന്നത്, കരയുന്നതെന്ന് ചോദിക്കുമ്പോ ആ വലിയ മുതലാളിയായ കോട്യാധിപതിയായ ആ ബാപ്പന്റെ മറുപടി, ഉസ്താദേ കോടിക്കണക്കിന് എക്സ്പെൻസ് ചെയ്ത് ഖർച്ചിയാക്കിയിട്ട് മംഗലമാക്കിയതാണ്, അതിന് യാതൊരു കൊറോടിയും വരുത്തിയിട്ടില്ല. എനിക്കിഷ്ടം പോലെ സമ്പത്തുണ്ട്, നല്ല മുതലുകളുണ്ട്, എനിക്ക് ബിസിനസ്സുകളുണ്ട്. എനിക്ക് കിട്ടിയ പുതിയ ആപ്പിളയോ അതിനേക്കാളും ബിസിനസ് ഉള്ള ആളാണ്. എന്റെ മകളെ ടെസ്റ്റിന് കൊണ്ടുപോയതാണ്, ഗർഭിണി എന്ന രീതിയിൽ ടെസ്റ്റിന് കൊണ്ടുപോകുമ്പോ അവര് പറഞ്ഞു വേറെ ഒരു ടെസ്റ്റ് നടത്തണമെന്ന്. ആ ടെസ്റ്റ് നടത്തിയപ്പോ 2 മാസം ഗർഭിണിയായ എന്റെ മകളെ ടെസ്റ്റിന് വിധേയമാക്കി ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് വന്നു. ഇന്ന് റിപ്പോർട്ട് വരുമ്പോ പറയുന്നത് 4 സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ട്, നാവില് ക്യാൻസർ ആണെന്നാണ്. മംഗലം കഴിഞ്ഞിട്ട് 2 ആണ്ട് ഭർത്തിയായിട്ടില്ല. കോട്യാധിപതികളാണിവര്, സാമ്പത്തികമായി കഴിവുള്ളവരാണിവര്. മഹാനായ ഉസ്താദിന്റെ മുമ്പിൽ ഇയാള് പറയുന്നു, എനിക്ക് ആണും പെണ്ണുമായിട്ട് ഒരേ മകളാണുള്ളത്, എന്റെ കോടിക്കണക്കിന് സ്വത്തിന്റെ അവകാശിയാണിവര്. പക്ഷെ ഡോക്ടർമാര് പറയുന്നു രക്ഷയില്ല, ഇനി ഹയാത്തിലേക്ക് വരാൻ വലിയ കഷ്ടമാണെന്ന് പറയുന്നു. ഇത് കേട്ടപ്പോ ഉസ്താദിന്റെ മുന്നിൽ ഞങ്ങൾ ഓടി വന്നതാണ്. അപ്പോഴാണ് ഉസ്താദിന്റെ മറുപടി, ബേജാറാവണ്ട, അല്ല ഉസ്താദേ, റിപ്പോർട്ട് ഇന്നതാണ്, സ്റ്റേജ് ഇന്നതാണ്. ഓ മുഅ്മിനീങ്ങളെ, മരുന്നിനെക്കാളും വലുതാണ് മഹാന്മാരെ ചില വാക്കുകൾ.
മഹാനായ ഖുറത്തു സാദാത്തു ഖുറത്ത് തങ്ങള് അവര് ഉണ്ടാകുമ്പോ നമ്മൾ അറിഞ്ഞിട്ടില്ല അതിന്റെ വില. അവര് ഉണ്ടാകുമ്പോ നമുക്ക് അറിഞ്ഞിട്ടില്ല അതിന്റെ വില. ഇന്ന് എത്രയാളാണ് കരയുന്നത്, എത്രയാളാണ് കരയുന്നത്. തങ്ങൾ പറഞ്ഞ ഓരോരോ വിഷയങ്ങൾ അത് തമാശക്ക് പറഞ്ഞാലും കാര്യത്തിന് പറഞ്ഞാലും അതങ്ങട്ടല്ലേ. പല സ്റ്റേജുകളിലും തങ്ങൾ പറയലുണ്ട്, നിങ്ങൾക്ക് നേരം വെളുക്കലില്ല, ഇനി 10 മണിയാകുമ്പോ പ്രോഗ്രാം നിപ്പിക്കുന്ന ഒരവസ്ഥ വരുമെന്ന് പറയാറുണ്ട്. മഗ്രിബ് വന്നിട്ട് രണ്ടാൾക്ക് വേണ്ടി ദ്വാരക്കറുണ്ട്, പലപ്പോഴും ഓർമ്മ ഉണ്ടാകും. രണ്ടാളുണ്ടെങ്കിൽ അപ്പൊ പലപ്പോഴും പല മഹല്ലിലും പറയാറുണ്ട്, ഒരാൾ മാറില്ല, ആരില്ലെങ്കിൽ ഞാൻ വന്നിട്ട് പോകാം എന്ന് പറയും. 10 ഗണ്ട കഴിഞ്ഞിട്ട് ഒരു വയല് വേണ്ട, ഒരു പരിപാടി വേണ്ട. ഇന്ന് ഓരോരോ നിയമങ്ങൾ വരുമ്പോ തങ്ങൾ പറഞ്ഞത് എന്തൊക്കെയാണ്. ഇന്ന് ഹോസ്പിറ്റൽ നടക്കുന്ന ഓരോരോ വിഷയങ്ങൾ, പല ഹോസ്പിറ്റലുകളും നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട്, നല്ല മരുന്നുണ്ട്, നല്ല ഡോക്ടർമാരുണ്ട്, ആത്മാർത്ഥതയോടെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട്. അവരെ നമുക്ക് ആവശ്യമാണ്. പക്ഷേ കൂറത്തെ തങ്ങൾ പറഞ്ഞതുപോലെ എത്രയാണ് കുട്ടികൾ മരിച്ചു പോകുന്നത്, എത്ര ഉമ്മമാരാണ് മരിച്ചു പോകുന്നത്, ഓപ്പറേഷൻ മുഖേന എത്ര നഷ്ടങ്ങളാണ് വന്നു പോകുന്നത്. മഹാന്മാര് പോകുമ്പോഴാണ് അതിന്റെ വിലകൾ നമ്മൾ അറിയുന്നത്. മഹാനായ ഖുറത്തങ്ങൾ ഇവിടുത്തെ ഖാദിയായിരുന്നില്ലേ, അവരെ വിഷയങ്ങളൊന്നും പറയാൻ ഇപ്പൊ സമയമില്ല, അതൊക്കെ വലിയ രൂപത്തിൽ പറയേണ്ടതാണ്. ഇന്ന് ഖുറത്തങ്ങളെ ഉറൂസൊക്കെ നമ്മൾ കാണുന്നില്ല, അത്ഭുതമല്ലേ. ആയിരങ്ങളും 10,000ങ്ങളും കൂടാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുള്ള സാധാരണ വരുന്ന കർണാടകയിലുള്ള ഒരു സ്ഥലം, കാസർഗോഡ് ജില്ലയിലുള്ള ഒരു സ്ഥലം അലി കുഞ്ഞു ഉസ്താദിന്റെ പൊരയാണ്. കർണാടകയിൽ വരുന്ന സ്ഥലം അത് കൂറത്ത് എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഒരു യൂസുഫ് ഹാജി ഉണ്ടായിരുന്നു, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. പലപ്പോഴും അവിടെ മഹാനായ CM വലിയുള്ളവരും കൂറത്ത്, മഹാനായ കലന്തർ ബാവ ജാവക്കല്ല് വലിയുള്ളവരും കൂറത്ത്, മഹാനായ വടകര വലിയുള്ളവരും കൂറത്ത്. അന്ന് കൂറത്ത് ആർക്കും അറിയൂല, ഒരാൾക്കും എത്തപ്പെടാൻ കഴിയൂല. ഒരു ദിവസം മഹാനായ CM വലിയുള്ള വന്നിട്ട് ഇറങ്ങുമ്പോ പറഞ്ഞു, ഈ മണ്ണ് ബറക്കത്തുണ്ട്, ഇവിടെയുള്ള മണ്ണിനും മരുന്നിന്റെ ഫലമുണ്ട്, ഇവിടെ ഒരു മഹാന് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയ CM വലിയുള്ള പിന്നെ ആ നാട്ടിലേക്ക് മടങ്ങിയിട്ടില്ല. പിന്നെ ആ നാട്ടിലേക്ക് വരുന്നത് നമ്മുടെ ഈ കുണ്ടലപെട്ട് മഹല്ലിന്റെ ഖാദിയായ മഹാനായ ഖുറത്തങ്ങളാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. ആലിമീങ്ങളൊക്കെ ആലിമീങ്ങളാണ്, മഹാന്മാരൊക്കെ മഹാന്മാരാണ്. അതൊക്കെ പറഞ്ഞെന്ന് കണ്ടുപോകും, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ വലിയ നേതൃത്വം നൽകിയ ഒരുപാട് മഹത്തുക്കളിൽ നിന്ന്, ആ മഹത്തുക്കളിൽ നിന്ന് ഏറ്റവും വലിയ മഹത്വമുള്ള മഹാനല്ലേ. മഹാനായ ഓർമ്മ വന്നതുകൊണ്ട് ഇതൊന്നും പറയാൻ ഉദ്ദേശിച്ചതല്ല. താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ തങ്ങള് ഈ വരുന്ന 23, 24, 25 സെപ്റ്റംബർ 23, 24, 25 തീയതികളിൽ ഈ നൂറ്റാണ്ടിൽ പകരക്കാരില്ലാതെ ജീവിച്ച ഇവിടത്തെ ആത്മീയ വിഹായസിന്റെ വെള്ളി നക്ഷത്രമായ സയ്യിദുനാ വ മുർഷിദുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ തങ്ങളുടെ ആ ഉറൂസ് മുബാറക്ക് നടക്കുകയാണല്ലോ എട്ടിക്കുളത്ത്. നിങ്ങളെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. മഹാനായ താജുൽ ഉലമ ഒറ്റൊരു വാക്ക് ഞാൻ ഇടയിൽ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടന്ന് നമുക്കൊരു 9:30 തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ താജുൽ ഉലമ ഉസ്താദ് അവർ വലിയ ആലിമായിരുന്നു, അവർ വലിയ ആബിദായിരുന്നു, അതിന്റെ പുറമെ അവർ വലിയ ആശിഖായിരുന്നു. പല സ്ഥലങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. മഹാനായ താജുൽ ഉലമ ഉസ്താദിനെ ഏകദേശം 10, 40, 50 വയസ്സിന്റെ ഉള്ളിൽ ഒരു രോഗമുണ്ടായിരുന്നു. 40, 45 വയസ്സ് വരുമ്പോ ഒരു രോഗം വന്നിരുന്നു. അതൊരു ഡിസ്കിന്റെ രോഗമാണ്. അത് ഒരു ബാക്കിലേക്ക് ഒരു പൈന് ഉള്ള ഒരു വിഷമം വരുന്ന ഒരു രോഗമാണ്. ഡിസ്കിന് ചെറിയ രീതിയിലുള്ള പ്രയാസം വന്നു. എപ്പോ താജുൽ ഉലമ ഉസ്താദിന് നമ്മൾ
നമ്മൾ കണ്ടത് എപ്പോഴാണ്? 70 വയസ്സ് കഴിഞ്ഞിട്ടാണ്, 80 വയസ്സ് കഴിഞ്ഞിട്ടാണ്, 90 വയസ്സ് കഴിഞ്ഞിട്ടാണ്. എങ്കിലും 40 വയസ്സ് കഴിഞ്ഞ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ താജുൽ ഉലമക്ക് അല്ലാഹു അവിടുത്തെ പൊരുത്തം നീ ഞങ്ങൾക്ക് നൽകണം മഹാനായ താജുൽ ഉലമ ഉസ്താദിന് ഡിസ്കിനൊരു നൊമ്പലം വന്നു. ഡോക്ടർമാർ പലരും പരിശോധിച്ചു, പല ഡോക്ടർമാരും പല ട്രീറ്റ്മെന്റ് നടത്തി, ഒന്നിനും കുറവ് വന്നില്ല. ഒന്ന് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഒന്ന് വഅദ് പറയാൻ കഴിയുന്നില്ല, വണ്ടിയിൽ യാത്ര ചെയ്യാൻ എപ്പോഴും മരിക്കുന്നതിന്റെ 40-45 വർഷം മുമ്പ്. അങ്ങനെ എന്ത് ചെയ്ത് വല്ലാതെ പ്രയാസമായി. താജുൽ ഉലമ ഉസ്താദ് അവർക്ക് കിടന്നിട്ട് കിടത്തം വരുന്നില്ല, ഇരുന്നിട്ട് ഇരുത്തം വരുന്നില്ല, നിൽക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഡോക്ടർമാർ മുഴുവനും നോക്കിയിട്ടും പരിഹാരം കിട്ടിയില്ല. ബേജാറോടുകൂടെ എല്ലാവരും കരയുകയാണ്. പലരും വന്നിട്ട് പറഞ്ഞു, ഇന്ന ഡോക്ടർ ഉണ്ട് അവിടെ, ഇന്ന പച്ചമരുന്നുണ്ട് അവിടെ. മഹാനായ താജുൽ ഉലമ ഉസ്താദ് ദേഷ്യം പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ പച്ചമരുന്നും വേണ്ട, നിന്റെ ഉണക്കുമരുന്നും വേണ്ട, നിന്റെ ഒരു മരുന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെയും പിന്നെയും മുഹിബ്ബീങ്ങളും ബന്ധപ്പെട്ടവരും നിർബന്ധിക്കുമ്പോ അപ്പോഴാണ് താജുൽ ഉലമ ഉസ്താദ് വന്ന ആൾക്കാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്നെ കൊണ്ടുപോകാൻ കഴിയോ ഇലാ മദീനത്തി റസൂലില്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക്. ഉമ്മമാരെ, ഓ സഹോദരന്മാരെ, ഓ സഹോദരിമാരെ, ഓ ബാല്യക്കാരെ, ഒരു 10 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ബാല്യക്കാരോട് പ്രത്യേകമായി പറയുന്നത്, നിങ്ങൾ ആഫിയത്തുള്ള സമയത്ത് തന്നെ മദീനയിലെത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം, ഉംറ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം, ഹജ്ജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ ഹനീഫ ഖാഫി ഉസ്താദ് ഹജ്ജ് ചെയ്തോ എനിക്കറിയില്ല, നിങ്ങൾ പലരും ഹജ്ജ് ചെയ്തോ എന്നറിയില്ല. പക്ഷെ വൈകിക്കാൻ പാടില്ല. പ്രായം വന്നാൽ ഹജ്ജ് ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് ഓരോരോ വർഷം കഴിയുന്തോറും ബുദ്ധിമുട്ട് ഭംഗം ജാസ്തിയാകുമെന്നല്ലാതെ കുറവ് വരൂല. കഴിവിന്റെ പരമാവധി ഉമ്മമാരെ, ബാല്യക്കാരത്തികളെ, നിയ്യത്ത് ചെയ്തോ, അള്ളയാണ് കബൂൽ ചെയ്യുന്നത്. റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്തോ. മദീനയിലെത്താനുള്ള എളുപ്പ വഴിയാണ്, റൗള കാണാനുള്ള എളുപ്പ വഴിയാണ്, കഅബ കാണാനുള്ള എളുപ്പ വഴിയാണ്, അറഫയിലെത്താനുള്ള എളുപ്പ വഴിയാണ്. അവിടെ ഒന്ന് ഒത്തു കിട്ടിയാൽ, അവിടെ ഒന്ന് ചെന്നെത്തിയാൽ അതിനേക്കാളും വലിയ സന്തോഷമില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ഈ വർഷം ഞങ്ങൾക്ക് ഹജ്ജിന് പോകാൻ കുടുംബത്തോടൊപ്പം അവസരം ലഭിച്ചു. ഇവിടുത്തെ അധ്യക്ഷരായ നമ്മളെ പ്രിയപ്പെട്ട ഇവിടുത്തെ അധ്യക്ഷർ മുത്തലിബ് എന്നോട് വിളിച്ചിട്ട് എന്നോട് ബാംഗ്ലൂരിൽ കണ്ടപ്പോ പറഞ്ഞു, എന്റെ ജ്യേഷ്ഠനുണ്ട്, ഫാമിലി ഉണ്ട്, അബ്ദുറഹ്മാനുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാന് കഴിവിന്റെ പരമാവധി ശ്രദ്ധിക്കാൻ, കാരണം നമ്മൾ അമീറന്മാരല്ല, പ്രൈവറ്റ് ഗ്രൂപ്പിലുള്ളവരുമല്ല, ഹജ്ജിന് ഗവൺമെന്റിൽ പോകുന്നവരാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് ഇവരെ ജ്യേഷ്ഠനോട് അബ്ദുറഹ്മാനോട് ചോദിച്ചാൽ അറിയാം. നമ്മളെ ബഹുമാനം പറയുന്നതല്ല. അതേ സമയത്ത് അൽഹംദുലില്ലാഹ് നമ്മള് മദീനയിൽ മസ്ജിദുൻ നബവിന്റെ മുന്നിൽ തന്നെ ഇരുന്ന് മജ്ലിസ് ഉണ്ടാക്കാൻ സൗകര്യപ്പെട്ടിട്ടുണ്ട്. ഹറമിന്റെ ഭൂമിയിൽ 30 ദിവസവും പഠന ക്ലാസ് നടത്തിക്കാനും സൗകര്യം ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് പണ്ഡിതന്മാരെ മറ്റുള്ള ബിൽഡിങ്ങുകളിൽ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. മഹാനായ അഷ്റഫ് ആദൂർ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മജ്ലിസ് ഉണ്ടാക്കി ഹറമിൽ ഞങ്ങള്. മഹാനായ മദക്ക തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ബദർ മൗലിദ് ഉണ്ടാക്കി ഞങ്ങള്. മഹാനായ മുസ്താഖുർ റഹ്മാൻ തങ്ങൾ ചട്ടക്കൽ തങ്ങളുടെ നേതൃത്വത്തിൽ ഒരു ജലാലി റാത്തീബ് ആട് അറുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കി ഹറമിൽ കൊടുത്തിട്ടുണ്ട് നമ്മള്. ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്താണ്? ചെറുപ്പം ഉണ്ടാകുമ്പോ, ആഫിയത്ത് ഉണ്ടാകുമ്പോ അതിനൊക്കെ കഴിയും. ഞങ്ങളെ കൂടെ വന്ന പലരും ആലിമീങ്ങളല്ല, വലിയ വിവരമുള്ളവരല്ല, സാധാരണക്കാരായ പച്ചപ്പാവങ്ങളാണ്. അവർക്ക് തവാഫ് അറിയൂല, അവർക്ക് ഉംറ അറിയൂല, അവർ
അവർക്ക് മിനയിൽ കല്ലെറിയുന്നതെന്നറിയൂല, അവർ ബാക്കിയുള്ള വിഷയങ്ങൾ അറിയൂല. ഓരോന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനും അവർ കേൾക്കാനും ഇവരെ ജ്യേഷ്ഠൻ ഞങ്ങളെ കൂടെ ഒരു സ്ഥലത്തിലും മുടങ്ങാതെ അൽഹംദുലില്ലാഹ് ഒരുപാട് തവാഫ് ചെയ്യാൻ അല്ലാഹ് അവസരം തന്നപ്പോ ഒന്നും മുടങ്ങാതെ ഞങ്ങളെ കൂടെ നിന്നു. ആ വിഷയം പറയുമ്പോ ഒരു ഓർമ്മ വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങളെ മുന്നിൽ. ഖൽബിൽ നിന്ന് മായാത്ത ഒരു വിഷയം. അറഫയിൽ ഞങ്ങൾ നിൽക്കുകയാണ്, രാവിലെ അറഫന്റെ ഭൂമിയിൽ ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്, ടെന്റിൽ നിൽക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഹജ്ജിന് വരുന്നതിൽ സുന്നികൾ ഉണ്ടാകും, ബാക്കിയുള്ളവരും ഉണ്ടാകും, നമ്മൾ അറിയുന്നവരും ഉണ്ടാകും, അല്ലാത്തവരും ഉണ്ടാകും. രാവിലെ 9 മണിയാകുമ്പോ ഞാൻ പറഞ്ഞു ളുഹർ കഴിഞ്ഞാൽ നമുക്ക് അറഫ, ഇത് അറഫയാണ്. ഇവിടെ ദ്വാരന്നാൽ അല്ലാഹ് ഉത്തരം കൊടുക്കും, ബാരിക്കോരി കൊടുക്കും, ബാരിക്കോരി കൊടുക്കും. അറഫയിലെ ഉസ്താദ് എന്ന വ്യത്യാസമില്ല, തങ്ങൾ എന്ന വ്യത്യാസമില്ല, അമാൻ എന്ന വ്യത്യാസമില്ല, ആർക്കും വാരിക്കോരി കൊടുക്കുന്ന സ്ഥലമാണ് അറഫ. ആ അറഫയിലെ സാധുവായ ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, ഉസ്താദന്മാരുണ്ട്, 2-3 ഉസ്താദന്മാര്, നമുക്കിന്ന് ളുഹർ കഴിഞ്ഞിട്ട് അറഫയിൽ ദുആരക്കണം. അറഫയിൽ ദുആരെന്നാൽ അറഫയിൽ മജ്ലിസ് ഉണ്ടാക്കിയാൽ ഞാൻ ഈ സദസ് അപ്പൊ നോക്കുമ്പോൾ 100 കണക്കിന് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒരു മൈക്കിന്റെ സംവിധാനവും അവിടെ കിട്ടി. ആ ടെന്റിന്റെ അപ്പുറത്തെ ടെന്റില് ഇവരെ ജ്യേഷ്ഠന്റെ ഭാര്യയും ബാക്കി പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഞാൻ പറയുമ്പോ പറഞ്ഞു, അറഫയിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരു മലക്ക് പിന്നൊരു മലക്കിനോട് ഒരാളെ നോക്കിയിട്ട് പറയും. എന്നിട്ട് ഞാൻ പറഞ്ഞു അത് എന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. നോക്കി പറയും, ഇവൻ തെമ്മാടിയാണ്, ഇവൻ മോശക്കാരനാണ്, ഇവൻ ഏരപ്പാളിയാണ്, ഇവൻ നാറിയാണ്, ഇവൻ ഒരു അമലും ഇവന്റേത് കബൂൽ ചെയ്തിട്ടില്ല, ഇവനെ ആ രീതിയിൽ മോശക്കാരാണ്. ഒരു പെണ്ണിനെ നോക്കിയിട്ട് പറയും ഇവളും മോശക്കാരിയാണ്. പക്ഷേ അറഫന്റെ ഭൂമിയിൽ നിന്ന് മടങ്ങുമ്പോ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒരു പെണ്ണും മാണും മടങ്ങുമ്പോ അവിടുന്ന് മലക്ക് വിളിച്ചു പറയുന്ന ഒരു വിളിയുണ്ട്, സാദുക ഹലാൽ വമാലുക ഹലാൽ വഅഹ്ലുക ഹലാൽ വമഗ്ഫൂറൻ ലക്കും. എല്ലാം അല്ലാഹ് ഹലാലാക്കി, എല്ലാം ഹലാലായി. നീ ഇതുവരെ സമ്പാദിച്ചത് മുഴുവനും അല്ലാഹ് നിനക്ക് ഹലാലാക്കിയിട്ടുണ്ട്. നിന്റെ ജീവിതം ഹലാലാക്കിയിട്ടുണ്ട്, നിന്റെ സമ്പത്ത് ഹലാലാക്കിയിട്ടുണ്ട്, നിനക്ക് അല്ലാഹ് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാം. മഹാനായ സുൽത്താനുൽ ഉലമ എ.പി. ഉസ്താദിന്റെ ഒരു ഹജ്ജിന്റെ ബുക്കുണ്ട്. ആ ബുക്ക് ഞാൻ തുറന്നു പഠിച്ചിട്ട് പറഞ്ഞു ഇന്ന് ദിക്ർ ചൊല്ലണം, അത് ഇത്ര പ്രാവശ്യം ചൊല്ലണം. ആർക്കും ബച്ചലില്ല, ആർക്കും മടിയില്ല. അതിൽ 90% ബാല്യക്കാരായിരുന്നു, അതിൽ 90% ബാല്യക്കാരത്തികളായ ഭാര്യമാരായിരുന്നു. അപ്പുറത്ത് ആവേശത്തോടുകൂടി അവർ അസർ വരെ ചൊല്ലി. അസർ കഴിഞ്ഞിട്ട് അറിയുന്ന രൂപത്തിൽ അങ്ങട്ട് ദുആരുന്നു. ഖൽബ് പൊട്ടിയിട്ട് മുഅ്മിനീങ്ങൾ ആമീനിന് ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോട് അങ്ങട്ട് ദുആരുന്നു. ഏറ്റവും മോശക്കാരനായ ഞാന്, നീ ഗഫൂറാണല്ലോ, നീ ഗഫാറാണല്ലോ, നീ മാപ്പ് ചെയ്യുന്നവനാണല്ലോ, എനിക്ക് മാപ്പ് നൽകണം എന്ന് പറഞ്ഞിട്ട് അങ്ങട്ട് ദുആ ചെയ്തു. കരഞ്ഞു ദുആ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്റെ ബാപ്പ സുരുവേൽ ഉസ്താദ് പണ്ട് വയല് പറയുമ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, അറഫയിൽ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് കുറച്ച് വെയിൽ കൊണ്ടിട്ട് ഒറ്റക്കൊറ്റക്കായി ദ്വാരക്കണം. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കൊറ്റങ്ങി പോയി. ഭാര്യ വേറെ, ഭർത്താവ് വേറെ, അപ്പ വേറെ, ഉമ്മ വേറെ, മോന് വേറെ, മോള് വേറെ, ചങ്ങായിമാർ വേറെ, ഒറ്റക്കിരുന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്യണം. സ്വലാത്ത് ധാരാളം ചൊല്ലണം. ബാരിക്കോരി റബ്ബ് തരുന്ന സമയമാണ്, ബാരിക്കോരി റബ്ബ് പൊറുത്തു തരുന്ന സമയമാണ്, ബാരിക്കോരി റഹ്മത്ത് തരുന്ന സമയമാണ്, ബാരിക്കോരി ബർക്കത്ത് തരുന്ന സ്ഥലമാണ്. എല്ലാവരും കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാരക്കാൻ പോകുമ്പോ ഒരു വയസ്സായ ഒരാള്, കളം മറക്കൂല, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വയസ്സായ ഒരാള്
അയാള് ഞാൻ ആരോടും ആ കഥ പറഞ്ഞിട്ടില്ല. ഒരു വയസ്സായ ഒരു മനുഷ്യൻ, അയാൾ എന്ത് ചെയ്ത് ആരോടും പറയരുത് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ വയസ്സായ പ്രായമുള്ള മനുഷ്യൻ ഞങ്ങളെ ടെന്റിലുള്ള ആളല്ല. അയാള് പിന്നൊരു ടെന്റിലുള്ള ആളാണ്. അയാള് മെല്ലെ എന്നെ വിളിച്ചപ്പുറത്ത് കൊണ്ടുപോയി. അസ്ർ നിസ്കരിക്കുന്ന സമയം അങ്ങോട്ടും ഇങ്ങോട്ടുമായ സമയമാണ്. അയാൾ ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളുടെ ടെന്റിൽ ഉസ്താദില്ല ദുആരക്കാൻ, ഉസ്താദില്ല ദുആരക്കാൻ, ഞങ്ങളുടെ ടെന്റിൽ ആരുമില്ല ദുആരക്കാൻ, നിങ്ങളൊന്ന് ദുആരക്കാൻ വേണ്ടി വരണം. ഞാൻ പറഞ്ഞു, അങ്ങനെ പബ്ലിക്കായി ഇവിടെ ദുആരക്കാൻ വരാൻ പാടില്ല, ഇവിടെ അങ്ങനെ പബ്ലിക്കായി ദുആരക്കുന്നത് ശരിയല്ല. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞങ്ങളുടെ ടെന്റ് കുറച്ച് ദൂരെയാണ്, നിങ്ങൾ വരണം, ആരും ഒന്നിച്ചു വേണ്ട, നിങ്ങൾ ഒറ്റക്ക് വന്നാ മതി. ഞാൻ അയാളോട് പറഞ്ഞു, ആരെയും ആളെ കൂട്ടണ്ടെന്ന് പറഞ്ഞു. അയാൾ നല്ല ആക്റ്റീവായ ആളാണ്. അയാൾ ആരോടും പറയണ്ട എന്ന രീതിയിൽ ഞാൻ ആരോടും ആ വിഷയം ചൊല്ലിയില്ല, ഒരാളോടും മിണ്ടിയില്ല. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ആ ടെന്റിൽ നിന്ന് പുറത്തു വന്നിട്ട്, ഇവിടെ അബ്ദുറഹ്മാൻ ഹാജി ഉണ്ട്, ഇവിടെ ഇപ്പൊ കണ്ട് ഞാൻ ഇപ്പോഴാണ് അയാളെ ശ്രദ്ധിച്ചത്. അയാളുണ്ട്. ഞാൻ എന്ത് ചെയ്ത്, ടെന്റിൽ നിന്ന് പിന്നെ ഇയാളെ വിളിച്ചിട്ട് ഞാൻ പുറത്തു പോയിട്ട് ഞങ്ങൾ വേറെ തന്നെ ദ്വാരുന്നു. ശേഷം പിന്നൊരാൾക്ക് വേണ്ടിയിട്ട് ദ്വാരുന്നു. പിന്നെ ഞാൻ ഇയാളോട് റൂമിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞത് ഇയാൾ കേൾക്കുന്നുണ്ടല്ലേ, സാക്ഷിയല്ലേ? അല്ലാഹു അദ്ദേഹം ചെയ്ത ഹജ്ജുകളും ഉംറകളും, നമ്മൾ ചെയ്ത ഹജ്ജുകളും ഉംറകളും നീ കബൂലാക്കണം അല്ലാഹ്. ഞാൻ ഇതെന്തിനാണ് പറയുന്നത്? ഇത് സ്വീകരിക്കുന്നത് അല്ലാഹുവാണ്, ഇത് സ്വീകരിക്കുന്നത് അല്ലാഹുവാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന സഅയ്കളൊക്കെ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് അതുമായി ബന്ധപ്പെട്ട് വിവരമില്ലാത്തവർക്ക് ഇവരോട് ചോദിച്ചാൽ അറിയും. രാവിലെ 10 മണി മുതൽ 12 മണി വരെ ക്ലാസുകൾ വേണ്ടുന്ന രീതിയിൽ എടുത്ത് സംശയങ്ങൾ ദൂരീകരിച്ച് എല്ലാം ചെയ്യുന്നവരുടെ സഅയ് അത് ക്ലിയർ ആകുന്ന രൂപത്തിൽ, ഉംറ ക്ലിയർ ആകുന്ന രൂപത്തിൽ, ഹജ്ജ് ക്ലിയർ ആകുന്ന രൂപത്തിൽ, തവാഫ് ക്ലിയർ ആകുന്ന രൂപത്തിൽ നമ്മൾ ഒന്നിച്ച് തന്നെ ചെയ്യാൻ അവസരം കിട്ടി. ആ സമയത്തൊക്കെ ഇത് ചെയ്യാനുള്ള കാരണം, ഞാനൊരു ബാല്യക്കാരനാണ്, എനിക്ക് ആഫിയത്തുണ്ട്. അതുകൊണ്ട് കുണ്ടതപ്പെട്ടിലുള്ള എല്ലാ ഉമ്മമാരോടും എല്ലാ ബാപ്പമാരോടും എല്ലാ ബാല്യക്കാരോടും ബാല്യക്കാരുത്തികളോടും ഒരു ഇളയ മൊത്തോൻ എന്ന രീതിയിൽ പറയുന്നു, ഹജ്ജിന് ഒരുങ്ങണം, നിങ്ങള് ഹജ്ജ് ചെയ്യണം പെട്ടെന്ന്. നിങ്ങള് അത് ലേട്ടാക്കണ്ട. പൈസയാവട്ടെ, ബിസി തീരട്ടെ, ബിസിനസ് അങ്ങനെയാവട്ടെ, അതൊന്നും വഴിയാകുകയില്ല. അല്ലാഹുവിന്റെ കഅബ കാണാൻ നിയത്ത് ചെയ്യുമ്പോ, റബ്ബിന്റെ കഅബന്റെ മുമ്പിലെത്തുമ്പോ, ചില ആലിമീങ്ങളും മഹാന്മാരും പറഞ്ഞത്, ഹറമിൽ നിസ്കരിക്കുന്നത് ലക്ഷക്കണക്കിന് കൂലിയാണെങ്കിൽ കഅബന്റെ മുമ്പിലുള്ള മതാഫിന് കോടിക്കണക്കിന് കൂലിയുണ്ട് ഒരു റക്അത്ത് നിസ്കാരത്തിന്. അങ്ങനെയുള്ള മതാഫിൽ നമുക്ക് എത്തണം, കഅബ നോക്കി പൊട്ടിക്കരയണം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ്? ഒരു വയസ്സായ ഒരു മനുഷ്യൻ, ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ, ആരോടും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കഥ. അയാൾ എന്നെ നിർബന്ധിച്ചു പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആരെയും നിങ്ങൾ വിളിക്കണ്ട, നിങ്ങളെ ടെന്റിലേക്ക് ഞാൻ എത്തിയത്, ഞാൻ ടോയ്ലറ്റിലേക്ക് പോയി ഉളൂ ചെയ്തു വരുമ്പോ സൗണ്ട് കേട്ടിട്ടാണ് നിങ്ങളെ ടെന്റിൽ വന്നതെന്ന് അയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരാ. ഞാൻ അങ്ങനെ ഒരു 6:30 മണി സമയത്ത്, അതിനു മുമ്പ് പല സ്ഥലങ്ങളിലും നമ്മൾ ദുആ ചെയ്തു. അബ്ദുറഹ്മാൻ ഹാജിന്റെ കൂടെ പോയി. പിന്നെ മെല്ലെ അയാളെ ഞാൻ അങ്ങോട്ട് അയച്ചു. ആരും കാണാതെ ഞാൻ അവിടെ പോകുമ്പോ അത്ഭുതപ്പെട്ടു പോയി. വയസ്സ് നല്ല പ്രായമുണ്ട് അയാള്, പക്ഷെ നല്ല ആക്റ്റീവാണ് അയാള്, നല്ല ആഫിയത്തുള്ള അയാള്. അയാൾ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഞാൻ പോയി നോക്കുമ്പോ 100 കണക്കിന് ആൾക്കാരെ ആ റൂമിന്റെ മുറ്റത്ത് ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അല്ല ആജിയാറെ, ഇവിടെ പബ്ലിക്കായിട്ട് അതൊന്നും പാടില്ലല്ലോ, ഇത്രയെല്ലാം ആൾമാരെ കൂട്ടിയാൽ പ്രശ്നമാകുമല്ലോ. അതൊന്നും വിഷയമില്ല ഉസ്താദ്, നിങ്ങൾ ദ്വാരക്കണമെന്ന് പറഞ്ഞു. ആ മനുഷ്യന്റെ നിർബന്ധത്തിന് വഴങ്ങി. അയാൾ ആവേശം കണ്ടപ്പോ, അയാളെ ഈമാന് കണ്ടപ്പോ ഞാൻ 10-15 മിനിറ്റ് സമയം അങ്ങോട്ട് ദ്വാരുന്നു. മുഅ്മിനീങ്ങൾ ആമീൻ പറയുമ്പോ അത് സ്വീകരിക്കുമെന്ന വിശ്വാസത്തിൽ എരപ്പാളിയായ ഞങ്ങൾ റബ്ബിനെ ഓർമ്മിച്ചിട്ട് അറഫയിൽ കരഞ്ഞിട്ട് അങ്ങോട്ട് ദുആ ചെയ്തു. ദുആ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ചു
തിരിച്ചു വരാനൊരുങ്ങുമ്പോ 7 മണിയോടടുത്ത സമയത്ത് ഞങ്ങൾക്ക് മുസ്ദലിഫയിൽ കല്ലെറിയാൻ പോകാനുണ്ട്. അവിടെ ഞങ്ങളിങ്ങനെ പോകാനൊരുങ്ങുമ്പോ ഇയാൾ എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു 5 മിനിറ്റ് സമയം എനിക്ക് വേണ്ടി ദ്വാരക്കണം. ഞാൻ പറഞ്ഞു 10-20 മിനിറ്റ് സമയം ഓർക്കെല്ലാം ദ്വാരുന്നില്ലേ? അപ്പോഴാണ് അയാളെ റിക്വസ്റ്റ്, അല്ല എനക്കൊരു പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് ദ്വാരക്കണോ? ഞാൻ ചോദിച്ചെന്താണ്? സമ്പത്താണോ, ബിസിനസ് ആണോ, മക്കളാണോ, വീടാണോ, കുടുംബമാണോ? അപ്പോഴാണ് അയാളെ മറുപടി, ഒന്ന് മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കണം, ഒന്ന് മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ദുആ ചെയ്തു. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പിന്നെ കുറച്ച് കഴിയുമ്പോ വിഷയം കേൾക്കുന്നത്, പിന്നെ കുറച്ച് കഴിയുമ്പോ വിവരം കേൾക്കുന്നത്, ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി, ആ മനുഷ്യൻ മരണപ്പെട്ടുപോയി എന്നാണ്. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മരിക്കുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയണം, മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയണം, മരിക്കുന്നതിന് മുമ്പ് മദീന കണ്ട് മരിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് ഈ രൂപത്തിലുള്ള മജ്‌ലിസുകൾ, അതിനുവേണ്ടിയാണ് ഈ രൂപത്തിലുള്ള മജ്‌ലിസുകൾ. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന സന്തോഷങ്ങൾ, അത് നമ്മൾ മറന്നു പോകരുത്. അത് അല്ലാഹയാണ് തന്നത്. അത് തന്നത് മുഴുവൻ നന്ദി ചെയ്യുന്നുണ്ടോ, നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന രീതിയിൽ ചിന്തിക്കാനാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് തന്ന ഓരോ നിഅമത്തുകളെ കുറിച്ച് ചിന്തിച്ച് നമ്മൾ റബ്ബിലേക്ക് അടുക്കുക. ഹറാമുകൾ നമുക്ക് വേണ്ട, അനാവശ്യങ്ങൾ നമുക്ക് വേണ്ട, തോന്നിവാസങ്ങൾ നമുക്ക് വേണ്ട. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം സ്നേഹം വെക്കണം, അവിടത്തേക്ക് സ്വലാത്ത് ധാരാളം ചൊല്ലണം. ഉമ്മമാരെ, ഓ ബാല്യക്കാരത്തികളായ പെൺകുട്ടികളെ, ഹൈസ്കൂളിൽ പഠിക്കുന്ന പെണ്ണുകിടാക്കളെ, PUCയിലും ഡിഗ്രിയിലും പഠിക്കുന്ന പെണ്ണുകിടാക്കളെ, കല്യാണപ്രായമെത്തിയ പെണ്ണുകിടാക്കളെ, ബാക്കി കല്യാണം കഴിച്ച പെണ്ണുകിടാക്കളോടും പറയാനുള്ളത്, ആണുകിടാക്കളോടും പറയാനുള്ളത്, റസൂലുള്ളാഹിനെ കാണാൻ നമുക്ക് അവസരം ലഭിക്കാൻ വേണ്ടി ദുആരക്കണം. ഒരു ദിവസം കിടന്നുറങ്ങുമ്പോ നമുക്കങ്ങനെ കഴിഞ്ഞാലോ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മഹാനായ സയ്യിദനാ വ മുർശിദനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുല്ലദീ തങ്ങള് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ ഡിസ്കിന് വേദനയായി, നരമ്പ് വീക്കായി എന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതിന് മരുന്നില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ചികിത്സക്ക് വേണ്ടി പലരും ആവശ്യപ്പെട്ടപ്പോ എനിക്ക് ഇനി ഒന്നും വേണ്ട, കഴിയുന്നെങ്കിൽ നിങ്ങൾ ഇലാ മദീനത്തു റസൂലില്ലാഹ്, ഹബീബായ തങ്ങളെ മദീനയിലേക്ക് എത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ മഹാനായ താജുൽ ഉലമാ ഉസ്താദിനെ ഹറമിലേക്ക് എത്തിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹറമിന്റെ മുമ്പിൽ വേണ്ടതുപോലെ നിൽക്കാനും ഇരിക്കാനും കിടക്കാനും പ്രയാസമുള്ള താജുൽ ഉലമാ ഉസ്താദ്. ഞാൻ നിർത്തട്ടെ, കൂടുതൽ നിർത്തുന്നില്ല. സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് ദുആ ചെയ്തു ഇൻഷാ അല്ലാഹ് പിരിയണം. നാളെ വൈകുന്നേരം മുതൽ രാത്രി വരെ പരിപാടി ഉള്ളത് കൊണ്ട് കൂടുതൽ നീട്ടുന്നത് ശരിയല്ല. പക്ഷെ നിങ്ങളോട് പറയുന്നത്, എന്റെ ഖൽബ് മുഴുവനും റസൂലുള്ളാഹിയായിരിക്കണം, നിങ്ങളെ ഖൽബ് മുഴുവനും റസൂലുള്ളാഹിയായിരിക്കണം, എന്റെ ഖൽബ് മുഴുവനും മദീനയായിരിക്കണം, നിങ്ങളെ ഖൽബ് മുഴുവനും മദീനയായിരിക്കണം. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, ഈമാനുള്ള മുഅ്മിൻ എപ്പോഴും മദീനയായിരിക്കുമല്ലോ. താജുൽ ഉലമാ ഉസ്താദ് ഹറമിലെത്തിയപ്പോ, ഉംറ ചെയ്ത് കഴിഞ്ഞപ്പോ കൂടെയുള്ളവരോട് പറഞ്ഞു, കുറച്ച് സമയം നിങ്ങളാരും എന്നെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഭംഗം വരുത്താൻ പാടില്ല. ഇതെന്റെ മുത്തുനബിന്റെ നാടാണ്, എന്റെ മുത്തുനബി ജനിച്ച മണ്ണാണ്, എന്റെ മുത്തുനബി നടന്ന മണ്ണാണ്, ഇത് ഹറമിന്റെ മണ്ണാണ്, ഇത് കഅബന്റെ മണ്ണാണ്, ഇവിടെ ഞാൻ കുറച്ച് സമയം ഫ്രീ ആയി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. താജുൽ ഉലമാ ഉസ്താദ് കഅബന്റെ ഖില്ല നോക്കിയിട്ട്, അവിടത്തെ ഹജറുൽ അസ്വദ് നോക്കിയിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഓ റബ്ബേ, ഇത് നിന്റെ വീടാണല്ലോ. എത്രയോ അമ്പിയാക്കളും എത്രയോ മഹാന്മാരും ഔലിയാക്കളും സ്വാലിഹീങ്ങളും ദുആ ചെയ്ത് ഉത്തരം കിട്ടിയ കഅബയാണല്ലോ. എനിക്ക് നടുവേദനയാണ്. പച്ച മലയാളത്തിൽ താജുൽ ഉലമാ കഅബന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, എനിക്ക് നടുനൊമ്പലമാണ്, എനിക്ക് ഡിസ്കിന് വേദനയാണ്. ഡോക്ടർമാർ പറഞ്ഞു ഡിസ്ക് വീക്കായിട്ടുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് ഖുർആൻ നീണ്ട സമയം ഓതാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നിന്റെ കഅബന്റെ മുമ്പിൽ ഞാൻ ദുആ ചെയ്യുന്നു.
അതിന്റെ മുമ്പ് നിന്റെ പേര് പറയുന്നു ഞാൻ. എങ്ങനെ 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 നിന്റെ പേര് പറയുന്നു ഞാൻ. ആ പേര് പറഞ്ഞിട്ട് ഞാൻ ദ്വാരക്കാം. അള്ളാന്റെ കഅബന്റെ മുമ്പിൽ, അള്ളാന്റെ വീടിന്റെ മുമ്പിൽ അള്ളാന്റെ പേര് താജുൽ ഉലമ ഉസ്താദ് പറയുകയാണ്. പറയാൻ എന്താണ് നേർച്ചയാക്കിയത്? എന്റെ ഈ നടുനൊമ്പലം പോകണം, എനിക്ക് ആഫിയത്ത് കിട്ടണം. എങ്ങനെയാണ് പറഞ്ഞത്? യാ അല്ലാഹു ജല്ല ജലാലുഹു. ഒരു പ്രാവശ്യമല്ല, 10 പ്രാവശ്യമല്ല, 100 പ്രാവശ്യമല്ല, 1000 പ്രാവശ്യമല്ല, 1,00,000. യാ അല്ലാഹു ജല്ല ജലാലുഹു, യാ റഹ്മാനു ജല്ല ജലാലുഹു 1,00,000, യാ റഹീമു ജല്ല ജലാലുഹു 1,00,000, യാ മലികു ജല്ല ജലാലുഹു 1,00,000. അങ്ങനെ അസ്മാഉൽ ഹുസ്ന അല്ലാഹുവിന്റെ പേര് അവിടുന്ന് 1 കോടി അങ്ങോട്ട് ചൊല്ലുകയാണ്. ക്ഷീണിച്ചുപോയി, വീണുപോയി, തളർന്നുപോയി. കൂടെയുള്ളവർ ഓടി വന്ന് താജുൽ ഉലമ ഉസ്താദിന്റെ കൈപിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. ഇനി ഒരാഴ്ച സമയം റൂമിൽ നിന്ന് അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ താജുൽ ഉലമ ഉസ്താദ്, ഗർജിക്കുന്ന താജുൽ ഉലമ, എല്ലാവരും ഭയപ്പെടുന്ന താജുൽ ഉലമ കിടാക്കളെ പോലെ പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞു, എനിക്കിവിടെ കിടക്കാൻ കഴിയൂല, എനിക്ക് മദീനയിലെത്തണം, എന്റെ ഉപ്പാപ്പന്റെ മണ്ണിലെത്തണം. എന്റെ ഉപ്പാപ്പന്റെ മണ്ണിലെത്താതെ ഇതാണ് താജുൽ ഉലമ. ആ പ്രസ്ഥാനമാണ് ഹക്കായ പ്രസ്ഥാനം. ആ വിഷയമാണ് നമുക്ക്. നമ്മൾ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നത് എന്തിനാണ്? അത് റസൂലുള്ളാഹിന്റെ പുള്ളിയായ താജുൽ ഉലമ നേതൃത്വം നൽകിയത് കൊണ്ടാണ്. ആ താജുൽ ഉലമന്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിഞ്ഞാലോ അത് മതിയല്ലേ? ഗ്രൂപ്പ് വേറെ, സംഘടന വേറെ, പാർട്ടി വേറെ, കക്ഷി വേറെ, അതൊന്നും നമുക്ക് വിഷയമല്ല. താജുൽ ഉലമ ഉസ്താദിന്റെ കൂടെ നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയണം. അതിനവരെ പിന്നാലെ നമ്മൾ നിൽക്കുന്നു എന്ന് മാത്രം. മഹാനായ താജുൽ ഉലമ ഉസ്താദ് പറഞ്ഞു, എനിക്ക് മദീനയിലെത്തണം. ജിദ്ദയിൽ നിന്ന് ഫ്ലൈറ്റിൽ മദീനയിലേക്ക് പോയി. മദീനയിൽ നിന്ന് റൗദന്റെ മുന്നിലേക്ക് പോയി. അവിടുന്ന് സ്വലാത്ത് ചൊല്ലുകയാണ്. സ്വലാത്ത് ചൊല്ലിയത് എത്ര ലക്ഷക്കണക്കിന് സ്വലാത്ത് താജുൽ ഉലമ അവിടുന്ന് ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് ഒരു വെള്ളിയാഴ്ച രാത്രി കിടന്നല്ല ഉറക്കം വന്നുപോയി. മയക്കം വരുമ്പോ ആ സ്വപ്നത്തിൽ താജുൽ ഉലമ ഉസ്താദ് കാണുകയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. താജുൽ ഉലമ ഉസ്താദ് ഈ കുണ്ടലപെട്ട് മഹല്ലിന്റെ ഖാദിയായ കുറത്ത് തങ്ങളെ ബാപ്പയായ അടുത്ത ആഴ്ച ഉറൂസ് നടക്കുന്ന താജുൽ ഉലമ ഉസ്താദ് മദീനത്തെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ കിടക്കുമ്പോൾ റസൂലുള്ളാഹിനെ കാണുകയാണ്. സലാം പറഞ്ഞു. റസൂലുള്ളാഹി സലാം മടക്കി, എന്തേ മോനെ നിന്റെ മുഖത്ത് ബേജാറ്? എന്തിനാണ് എന്തിനാണ് മോനെ നീ കരയുന്നത്? താജുൽ ഉലമ ഉസ്താദ് നടുവിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ ബാല്യക്കാരനാണ്, ഞാൻ ചെറുപ്പക്കാരനാണ്, എനിക്ക് 50 വയസ്സ് പോലും പൂർത്തിയായിട്ടില്ല. ഡോക്ടർമാർ പറയുന്നത് എന്റെ ഡിസ്ക് നേരെയാകൂല, എനിക്ക് നിന്ന് വാത് പറയാൻ കഴിയൂല, എനിക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയൂല. ഡോക്ടർമാർ ഇതിന് മരുന്നില്ലെന്ന് പറയുകയാണ്. ഞാൻ മക്കത്ത് പോയി ഹറമിന്റെ മുന്നിൽ പോയി അല്ലാഹുവിന്റെ 1 കോടി പേര് പറഞ്ഞിട്ട് എന്റെ മുത്തുനബിയാകുന്ന ഉപ്പാപ്പന്റെ അടുത്ത് വന്ന് ബേജാറ് പറയുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ മോനെ അബ്ദുറഹ്മാൻ, നീ ബേജാറാവണ്ട. മെല്ലെ അവിടുന്ന് തടവി കൊടുക്കുകയാണ്. തടവി കൊടുക്കുകയാണ് 95 വയസ്സ് വരെ. പിന്നെ താജുൽ ഉലമ ഉസ്താദിന് ആ വേദന വന്നിട്ടില്ല, ആ ഡിസ്കിന് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരിക്കലും മരിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹിനെ കാണണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ചില ആള് വിചാരിക്കും അത് താജുൽ ഉലമ അല്ലേ, ചില ആള് വിചാരിക്കും അത് ബേക്കൽ ഉസ്താദല്ലേ, ചില ആള് വിചാരിക്കും അത് സുരുവേൽ ഉസ്താദല്ലേ, ചില ആള് വിചാരിക്കും അത് വലിയ മഹാനല്ലേ. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അത് ആര്, എന്ത്, എപ്പ, എങ്ങനെയെന്നില്ല. ഒരു പെണ്ണ് എങ്ങനത്തെ പെണ്ണ്? ഒരു ബാല്യക്കാരിയായ പെണ്ണ്. അയാളെ ബാപ്പോടെ ഖത്തറിൽ അയാൾക്ക് എത്ര ബിസിനസ് ഉണ്ട് കയ്യും കണക്കൂല്ല. നാട്ടിൽ എത്ര ബിസിനസ് ഉണ്ട് കയ്യും കണക്കൂല്ല.
എത്ര വണ്ടിയുണ്ട്, എത്ര കാറുണ്ട്, എണ്ണല്ല. ആ രൂപത്തില് മുതല് കൂടിയ ഒരു ഫാമിലി, പൈസന്റെ മേളിൽ കിടക്കുന്നെന്ന് ചെല്ലല്ലേ, കോടിക്കണക്കിന് മില്യൺ കണക്കിന് ആസ്തിയുള്ളത്. ജണ്ടേ മക്ക ഒരു മോന് മംഗലായി, അതിനേക്കാളും വലിയ മുതലാളി. പിന്നെ ഉള്ളത് ഒരേ പെണ്ണ്. അവളോടെ SSLC കഴിഞ്ഞ പെണ്ണ്, PUC കഴിഞ്ഞ പെണ്ണ്, ഡിഗ്രിന്റെ ലാസ്റ്റ് ഫൈനൽ ഇയർ എക്സാമിന്റെ അടുത്ത ടൈം ഈ ബാപ്പ ഖത്തറിൽ നിന്ന് വന്നു. ഈ പെണ്ണോ പൈസക്കാരത്തെ പെണ്ണെന്ന് മാത്രല്ല, കോടിയാതി പെണ്ണെന്ന് മാത്രല്ല, ഈ കൊട്ടാരം പോലത്തെ പോരായിരിക്കും ഈ പെണ്ണിനെ. ഇവിടെ ഉള്ള സ്വത്തെല്ലായിരിക്കും, ബിസിനസ് എല്ലായിരിക്കും ഈ പെണ്ണിനെ. അതിനേക്കാളും മുഞ്ചി ചന്ത. അങ്ങനത്തെ പെണ്ണ് ഡിഗ്രി ഫൈനൽ എക്സാമിന്റെ ലാസ്റ്റ് നാളാകുമ്പോ ബാപ്പ ഖത്തറിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് നാട്ടിലേക്ക് തിരിയലോട് പെഞ്ഞായിനോട് ചെല്ലി, ഞാൻ എന്തിനാ അർജന്റ് വന്നെന്ന് കൊണ്ടുണ്ടാ, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്ന് UAE ഒരു എന്റെ കമ്പനിന്റെ മീറ്റിങ്ങിന് പോയപ്പോ ഒരു കമ്പനിയുമായിട്ട് ഞങ്ങളെ കമ്പനി അറ്റാച്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിന്റെ മാനേജറെ ഞാൻ കണ്ടു. നല്ലൊരു ചെറുപ്പക്കാരൻ, കാണാൻ നല്ല സുമുഖ, വലിയ സാമ്പത്തികമായി. ഇയാൾ പറയുന്ന ആരോട് പറയുന്ന? ഭാര്യനോട് പറയുന്നു. അറിഞ്ഞല്ലേ, തിരിയലോട് പെഞ്ഞായനോട് പറയുന്നു. ഞനക്ക് അയാളെ വിഷയം കേൾക്കുമ്പോ അതിനേക്കാൾ നല്ല സ്വഭാവം, കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഞാൻ കേട്ട്, നീ ഓടെ മോനെ, നിന്റെ പൊരോടെ, നിന്റെ നാടോടെ, നീ മംഗലായിട്ടില്ല, പെണ്ണ് നോയിക്കോണ്ട്. ഇത് കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഇയാളെ ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട്, ഇയാളെ ഫാമിലി ഞാനുമായിട്ട് ബന്ധമുള്ള ആളാണ്. എന്റെ കമ്പനിയിൽ പണിക്ക് പലരുണ്ട്, അവരെ ബന്ധപ്പെട്ട ആൾക്കാർ, അവർക്ക് സമ്മതായിന്, ഞനക്കും സമ്മതായിന്. അതുകൊണ്ട് ഞമ്മളെ മോക്ക് ആ പുതിയാപ്പളെ 100 ഒക്കെ. അങ്ങനെ ഞാനൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഉമ്മ ചെല്ലി, ഡിഗ്രി പഠിക്കുന്ന കിടാവല്ലേ, മോളോടൊന്ന് കേട്ട, ഇനൊന്ന് കേക്കിന്, മോൾ ഇപ്പോഴത്തെ ബാല്യക്കാരത്തി എല്ലാവർക്കും മോളോടൊന്ന് കേട്ട, ഡിഗ്രി പഠിക്കുന്ന കിടാവല്ലേ, സാലക്ക് പോകുന്നതല്ലേ, ഏതെല്ലാം കോലോ ഏതെല്ലാം ജാതി ചെല്ലാനാന്നില്ലല്ലോ. അപ്പ കേട്ട്, എന്റെ ഒരേ മൂക്ക് വേണ്ടി ഞാൻ നയിച്ചതും ആക്കിയതും എല്ലാം ആ മോള് ഞാൻ ചെല്ലുന്ന അപ്പുറം ഉണ്ടാ. അല്ല, ഒന്ന് കേട്ട. എക്സാം കഴിയുന്നത് വരെ കാത്തുനിന്നു. ഫൈനൽ എക്സാം. ഈ കിടാവ് നല്ല പഠിക്കുന്ന കിടാവാണ്. അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ SSLCയിൽ റാങ്ക് കിട്ടിയപ്പോ വാങ്ങിയ പെൺകുട്ടിയാണ് ഇവള്. ആ നാട്ടിലെ വലിയ ചന്തമുള്ള, ഏറ്റവും വലിയ ചന്തത്തിന്റെ നിറകുടമായ പെൺകുട്ടിയാണ്. അവളെ കൊണ്ടുപോകാൻ വണ്ടിയുണ്ട്, അവളെ കൊണ്ടുപോകാൻ ഡ്രൈവർമാരുണ്ട്, അവളെ കൊണ്ടുപോകാൻ എല്ലാ സൗകര്യമുണ്ട്. അങ്ങനെ സ്വർഗസമാനമായി ജീവിക്കുന്ന, രാജകുമാരിയെ പോലെ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. ഡിഗ്രി എക്സാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് വീട്ടിലേക്ക് എത്തി. വണ്ടിയിൽ നിന്നിറങ്ങി റൂമിലേക്ക് വന്നു. കൊട്ടാരം പോലത്തെ വീട്. ഈ ബാപ്പന്റെ മനസ്സിൽ ഈ മകള് മാത്രമാണ്. മെല്ലെ കിച്ചണിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ പറഞ്ഞു, മോളെ, ഈ പെണ്ണിന്റെ പേര് മുബശ്ശിറ എന്നാണ്. ഈ പെണ്ണിന്റെ പേരെന്ന് തോന്നുന്നു ഈ മുബശ്ശിറ. പെണ്ണേ, ബാപ്പ എന്തിനാണ് ഖത്തറിൽ നിന്ന് ഓടി വന്നത്? നിനക്കൊരു പുതിയാപ്പളയെ കണ്ടുവച്ചിട്ടുണ്ട്, അതൊന്ന് സംസാരിക്കാനാണെന്ന് പറയുമ്പോ ഈ പെൺകുട്ടിയുടെ മുഖത്ത് ചെറിയ മാറ്റം വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് മെല്ലെ അൽഹംദുലില്ല ചൊല്ലി എഴുന്നേറ്റ് മെല്ലെ അപ്പുറത്തു പോയി തലതാത്തിയിരിക്കുകയാണ്. മോളെ, നീ എന്താണ് മറുപടി പറയാത്തത്? നിന്നോടൊന്ന് ചോദിക്കണമെന്ന രീതിയിലാണ് ഞാൻ ബാപ്പനോട് സമയം ചോദിച്ചത്. അപ്പോഴാണ് ആ പെൺകുട്ടിന്റെ മറുപടി, ഉമ്മാ പൊരുത്തപ്പെടണം ഉമ്മ, ബാപ്പാ മാപ്പാക്കണം ബാപ്പാ,
ഈ ഡിഗ്രി പഠിക്കുന്ന നല്ല സുമുഖിയായ സുശീലയായ സുന്ദരിയായ കോട്യാധിപതിയായ ഈ മുതലാളിന്റെ ഒറ്റമകളായ പെൺകുട്ടിന്റെ മറുപടി, എനിക്ക് ആ പുതിയാപ്പള വേണ്ട, എനിക്ക് ആ പുതിയാപ്പള വേണ്ട. അപ്പോഴാണ് ഉമ്മന്റെ ചോദ്യം, നീ ഫോട്ടം കണ്ടിട്ടില്ലല്ലോ, ആരാണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ. അവളെ ഫോട്ടം, അവന്റെ ഫോട്ടം ഇതാണ്. അവൻ ഇന്ന് കമ്പനിന്റെ മാനേജറാണ്. അവന് വലിയ മില്യാധിപതിയാണ്, ബില്യാധിപതിയാണ് അവന്. ആ പെൺകുട്ടി അതൊന്നും ശ്രദ്ധിച്ചില്ല. ബാപ്പ തളർന്നുപോയി. ഇതൊരു 2 മിനിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ, ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ബാപ്പ കൈകാല് വിറച്ചു പോയി. എന്റെ സ്വപ്നങ്ങൾ മുഴുവനും തച്ചുടക്കുന്ന മറുപടിയാണല്ലോ ഞാൻ പോറ്റി എന്റെ പെൺകുട്ടി പറയുന്നത്. അവൾക്ക് എത്ര മൊബൈലാണ് കൊടുത്തത്, എന്തൊക്കെ സംവിധാനമാണ് കൊടുത്തത്, എന്തൊക്കെ സൗകര്യമാണ് കൊടുത്തത്. ആ ബാപ്പ സ്വന്തം കരളിന്റെ കഷ്ണമാകുന്ന മകളെ ഈ വിഷയം കേട്ടപ്പോ തളർന്നുപോയി. ഉമ്മയും മിണ്ടിയില്ല, ബാപ്പയും മിണ്ടിയില്ല. ഈ മകൾ ഇന്ന് വരെ അനുസരണക്കേട് കാണിക്കാത്ത പെൺകുട്ടി കൂടിയാണ് ഈ പെൺകുട്ടി. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം ബാപ്പ ഒന്ന് പോയി കിടന്ന് റെസ്റ്റ് എടുത്ത് വന്നതിന്റെ ശേഷം ബാപ്പ ഈ ഭാര്യയോ അല്ലെങ്കിൽ ഉമ്മ ഈ മകളോട് പറഞ്ഞു, രാത്രിയത്തെ ഫ്ലൈറ്റിന് ബാപ്പക്ക് മടങ്ങണം, നിന്റെ മറുപടി കിട്ടാനാണ് ബാപ്പ വന്നത്. അപ്പോഴാണ് മറുപടി പറയുന്നത്, എനിക്ക് ആ പുതിയാപ്പള വേണ്ട. എന്തേ, നിനക്കാരോടെങ്കിലും ലവ് ഉണ്ടോ, ആരോടെങ്കിലും പ്രേമമുണ്ടോ, ആരോടെങ്കിലും സ്നേഹമുണ്ടോ എന്ന് കരഞ്ഞിട്ട് ബിങ്ങി ബിങ്ങി ചോദിക്കുന്ന ഉമ്മനോട് ബാപ്പനോട് ഈ പെൺകുട്ടിന്റെ മറുപടി, ഉമ്മ ബാപ്പ അതൊരു ആലിമിന്റെ മോളല്ല, ഒരു വലിയ തങ്ങളെ മോളല്ല, ഒരു സാധാരണക്കാരായ സാമ്പത്തികമായി കഴിവുള്ള ഒരു കുടുംബത്തിലുള്ള സാധാരണക്കാരിയായ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിന്റെ മറുപടി, ഉമ്മ ബാപ്പ നിങ്ങൾ എനിക്ക് വലിയ മൊബൈൽ തന്നില്ലേ, ഇവിടെ നെറ്റ് സംവിധാനം തന്നില്ലേ, ഇവിടെ കമ്പ്യൂട്ടർ സംവിധാനം തന്നില്ലേ. അത് തന്നപ്പോ ഞാൻ 9ാം ക്ലാസ്സിൽ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോ നെറ്റ് യൂസ് ആക്കാറുണ്ട്, റൂമിന്റെ ഉള്ളില് യൂട്യൂബ് യൂസ് ആക്കാറുണ്ട്. ഞാനൊരു ദിവസം യൂട്യൂബ് ഓൺ ചെയ്യുമ്പോ അതിൽ എനിക്ക് ഒന്ന് കാണാൻ കഴിഞ്ഞു. ഉമ്മനോട് ഈ നല്ല ചുറുചുറുക്കുള്ള, നല്ല ചോരത്തിളപ്പുള്ള, നല്ല വികാരത്തിളപ്പുള്ള ഈ പെൺകുട്ടിയുടെ മറുപടി, ഉമ്മ ഞാൻ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോ എനിക്ക് ആ യൂട്യൂബ് തുറന്നു നോക്കുമ്പോ ഒന്ന് കാണാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ തുറന്നു നോക്കുമ്പോ ഒന്ന് കാണാൻ കഴിഞ്ഞു. അവരാകെ ബേജാറായി. എന്റെ മോളാരെയോ പ്രേമിച്ചിട്ടുണ്ട്, ഏതോ അണ്ടനെയോ അടകോടനെയോ പ്രേമിച്ചിട്ടുണ്ട്, ഏതോ തോന്നിവാസിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പരിപാടിയാണെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ പെണ്ണിന്റെ മറുപടി, ഉമ്മ ബാപ്പ 9ാം ക്ലാസ്സിൽ ഞാൻ യൂട്യൂബ് തുറന്നപ്പോ എന്റെ കൽബിലേക്ക്, എന്റെ മനസ്സിലേക്ക്, എന്റെ കണ്ണിലേക്ക് ഞാൻ കണ്ടത് ഒരു ആലിമിന്റെ വഅളായിരുന്നു. ആ വഅളെന്താണ്? ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ബലഗൽ മുദ്ദഹു ഫി ഔസാഫിഹി ഫമ ബലഗ ബാലിഗുൻ മിഅ്ശറമ ഊതി ഫിമാ ഫിൽ ബാലി ബാതഹ ഖൽബി മദ് അതൈതു വാദിയൻ ഖഫമ തബഅൻ ബിദാദി താഹ ഞാൻ ചുരുക്കി പറയുന്നു, ഈ പെണ്ണിന്റെ മറുപടി, ഞാൻ 9ാം ക്ലാസ്സിൽ ഉണ്ടാകുമ്പോ ഒരു ഉസ്താദിന്റെ വഅദ് കേട്ടു ഞാൻ. അത് വല്ലാത്തൊരു ഉസ്താദാണ് ബാപ്പ, അത് വല്ലാത്തൊരു ഉസ്താദാണ് ഉമ്മ. അയാളെ കൽബ് മുഴുവനും മദീനയാണ്, അയാളെ നാവ് മുഴുവനും മദീനയാണ്, അയാളെ നാവ് മുഴുവനും മദീനയാണ്, അയാളെ മുഖം മുഴുവനും മദീനയാണ്. ആ വഅദിൽ ഒരു ചോദ്യമുണ്ട്, പെണ്ണേ, ബാല്യക്കാരത്തി പെണ്ണേ, ഹറാം കണ്ടാൽ സ്വർഗത്തിൽ റസൂലുള്ളാഹിനെ കാണാൻ കഴിയോ? ഹറാം കണ്ടാൽ റസൂലുള്ളാഹിനെ കിനാവിൽ കാണാൻ കഴിയോ? 2ാമത്തെ ദിവസം ഞാൻ ആ വഅദ് കേട്ടു, എനിക്ക് വല്ലാത്ത ഇൻട്രസ്റ്റ് വന്നു. അപ്പോഴാണ്, പെണ്ണേ, ഓ ചെറുപ്പക്കാരാ, ഓ ചെറുപ്പക്കാരികളെ, റസൂലുള്ളാഹിനെ ഒന്ന് കാണണ്ടേ, റസൂലുള്ളാഹിനെ ഒന്ന് കിനാവ് കാണണ്ടേ. തങ്ങളെ കണ്ടാൽ അതിനേക്കാളും ലക്ക് വേറെ ഇല്ലല്ലോ, അതിനേക്കാളും വലിയ ഭാഗ്യം
ഭാഗ്യമില്ലല്ലോ. ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഒരു ഹാജിയാറെ മകളാണ്, ഞാനൊരു പൈസക്കാരന്റെ മകളാണ്, ഞാൻ വല്ലാത്ത മോശക്കാരിയാണ്. എങ്കിലും എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. എന്റെ ട്രെൻഡതായിരുന്നു, എന്റെ തീരുമാനം അതായിരുന്നു, എന്റെ ചാലഞ്ച് അതായിരുന്നു. ഓ ബാപ്പാ എന്ന് പറഞ്ഞിട്ട് ഇവൾ ഓടുകയാണ്. എന്നിട്ട് ബാപ്പന്റെ ഉമ്മന്റെ കൈപിടിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കൊണ്ടുപോവുകയാണ്. 9ാം ക്ലാസ്സിൽ വലിയ സ്വലാത്തിന്റെ കണക്കങ്ങിട്ട് കാണിക്കുകയാണ്. 9ാം ക്ലാസ്സിൽ ഇവിടെ ഏകദേശം 7 കിലോമീറ്റർ എന്റെ സ്കൂളിലേക്കുണ്ട്. ശേഷം PUC പഠിക്കുമ്പോ എന്റെ കോളേജിലേക്ക് 13 കിലോമീറ്റർ ഉണ്ട്. ഇപ്പൊ എനിക്ക് 16 കിലോമീറ്റർ ഉണ്ട് ഡിഗ്രിയിലേക്ക്. ആ പോകുന്ന സമയത്ത് ഇത്ര സെക്കൻഡ് എനിക്കുണ്ടായിരുന്നു, ഇത്ര മിനിറ്റ് എനിക്കുണ്ടായിരുന്നു. ഞാൻ ചൊല്ലിയ സ്വലാത്ത് ബാപ്പാ 9ാം ക്ലാസ്സിൽ ഞാൻ ചൊല്ലിയ സ്വലാത്ത് ലക്ഷക്കണക്കിന്. SSLCയിൽ എനിക്ക് റാങ്ക് കിട്ടിയിട്ട് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ കയ്യിൽ നിന്ന് സ്വർണ്ണ മെഡൽ വാങ്ങിയപ്പോ എനിക്ക് സന്തോഷം ഉണ്ടായിട്ടില്ല. എന്റെ സന്തോഷം മദീനയിലായിരുന്നു. അതാണ് നിങ്ങള് എനിക്ക് ഇത്ര സ്വർണം, ഇത്ര കിലോ സ്വർണം ഞാൻ റാങ്ക് എടുത്തപ്പോ തന്നപ്പോ നിങ്ങൾ ചോദിച്ചത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും, ബാപ്പാ നിനക്ക് സന്തോഷമായില്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് സന്തോഷമായിട്ടില്ല, എന്നെ മദീനയിലേക്ക് എത്തിക്കണം. ആ വർഷമാണ് നിങ്ങൾ എന്നെ മദീനയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ PUC ഫസ്റ്റിലും PUC സെക്കൻഡിലും ഇത്ര കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ഞാൻ തീർത്തു. ഡിഗ്രി ഫസ്റ്റിലും സെക്കൻഡിലും ഇപ്പൊ 3rd ഇയർ വരെ ഇത്ര സ്വലാത്ത് ചൊല്ലി എന്റെ ഖൽബ് മുഴുവനും റസൂലുള്ളാഹിയാണ്. എന്നിട്ട് ഈ പെൺകുട്ടി ഒരു വിഷയം കൂടി പറഞ്ഞു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഉണ്ടാകുമ്പോ ഒരു ദിവസം റബീഉൽ അവ്വലിന്റെ തിങ്കളാഴ്ച രാത്രി ഞാൻ എന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് ഞാൻ എന്റെ ഹബീബായ തങ്ങളെ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് സ്വലാത്ത് ചൊല്ലി കിടക്കുമ്പോ കരഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ബാപ്പാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഉമ്മ, എന്റെ തങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ ആ ഉസ്താദിന്റെ വയലോരോന്ന് ഇങ്ങനെ കേൾക്കും. ഉസ്താദ് എഴുതിയ ബുക്ക് ഇങ്ങനെ നോക്കും. റസൂലുള്ളാഹിന്റെ മുഖം എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ നെറ്റി എങ്ങനെയാണ്, റസൂലുള്ളാഹിന്റെ ചുണ്ടെങ്ങനെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അതുപോലെ അന്ത ശംസ് അന്ത ബദറുൻ അന്ത നൂറുൻ ഫൗക നൂർ അന്ത ഇക്സീർ. ഞാൻ റസൂലുള്ളാഹിനെ കിനാവ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാപ്പാ എനിക്ക് ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, എനിക്കൊരു പുതിയാപ്പളയായി തരുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹിനെ കിനാവ് കണ്ട പുതിയാപ്പളയായിരിക്കണം, റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ട പുതിയാപ്പളയായിരിക്കണം. വേറെ ഒരു ഡിമാൻഡും എനിക്കില്ല. ബാല്യക്കാരത്തികളെ സ്വലാത്ത് ചൊല്ലിക്കോ, റസൂലുള്ളാഹിനെ കാണാൻ കഴിയും. ബാല്യക്കാരെ സ്വലാത്ത് ചൊല്ലിക്കോ, റസൂലുള്ളാഹിനെ കാണും. പ്രിയപ്പെട്ട കിടാക്കളെ സ്വലാത്ത് ചൊല്ലിക്കോ. കിടക്കുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ വരും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. മരിക്കുന്നതിന് മുമ്പ് ധാരാളം മദീന കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. മദീന കാണാൻ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ഇവിടെയുള്ള ആണ് പെണ്ണ് ചെറുത് വലുത് എല്ലാവർക്കും നീ ഹജ്ജിന് ഉംറക്ക് നീ സൗകര്യം നൽകണം അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇപ്പൊ തൽക്കാലം അത്ര മതി. 9:40 നമുക്ക് ഇൻഷാ അല്ലാഹ് മരിച്ചുപോയവരുടെ പേരിൽ ഒരു 11 തഹ്ലീൽ ചൊല്ലി ഒന്ന് ദുആറന്ന് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പിരിയ. നേരത്തെ പ്രിയപ്പെട്ട ഉസ്താദും അതുപോലെ പ്രിയപ്പെട്ട അധ്യക്ഷർ അൽഹംദുലില്ലാഹ് ഞാൻ മുമ്പ് ഇവിടെ ഒരിക്കൽ ഞാൻ വന്നു. നമ്മളെ SOSന്റെ ഒരു സർക്കിൾ യാത്ര ഉണ്ടായി. അന്ന് നമ്മള് വണ്ടിയിൽ തന്നെ വന്നിട്ട് അവിടെ ഞാൻ കുറച്ച് പ്രസംഗിച്ചിട്ട് പുറത്ത് പ്രസംഗിച്ചിട്ട് ഒരിക്കൽ പോയി. അന്ന് ഈ സൗകര്യങ്ങളൊന്നുമില്ല. അന്ന് പള്ളി കാണണമെങ്കിൽ ബോർഡ് നോക്കിയിട്ടാണ്. ഇപ്പൊ അങ്ങനെയല്ല. മീനാരുവിനെ നല്ല ഷീറ്റും സൗകര്യവും ടൗണിലുള്ള പള്ളി പോലെ ഒരു പൈന്റും കൂടി അടിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ കാസിമിയെല്ലാം ചെല്ലുന്ന പോലെ 1.5 ആ രൂപത്തിൽ നല്ല റാഹത്താവും. അതിനൊക്കെ ഒരുപാട് ആൾക്കാർ സഹായിച്ചവരുണ്ട്. ഇതെല്ലാം ഇങ്ങനെ നടക്കാനുള്ള കാരണം ഒന്ന് ഇവിടെ കിടക്കുന്ന മഹാനാണ്. ഇത് നമ്മളെ കഴിവോ കമ്മിറ്റിക്കാരെ കഴിവോ
അവിടെ കിടക്കുന്നവർ അവർ നല്ല ഇഖ്ലാസോടുകൂടെ ഒരുപാട് വർഷം ഇതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തു. അള്ളാഹു അവരെ നോട്ടവും അവരെ കാരുണ്യവും അള്ളാഹു നമ്മുടെ ഈ മഹല്ലിൽ നൽകുമാറാവട്ടെ. കിടക്കുമ്പോൾ അതിനൊരു ബർക്കത്തല്ല. മഹാന്മാർ കിടന്നും കഴിഞ്ഞൊരു ബർക്കത്തുണ്ട്. അവരൊരു നോട്ടം ഉണ്ടാവും. എപ്പോഴും ഇവിടെ കിടക്കുന്ന മഹാന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഫാത്തിഹ എല്ലാ നാളും ഓതണം. അതിൻ്റെ ഒരു ബർക്കത്തുണ്ടാവും. ഇപ്പൊ ഷീറ്റും ബാക്കിയുള്ള എല്ലാ സൗകര്യവും, ഇപ്പൊ ഓഫീസ് റൂം വേറെ, ടോയ്ലറ്റിന്റെ സൗകര്യങ്ങൾ വേറെ, എല്ലാം അൽഹംദുലില്ലാ ഉണ്ടായി. അതിൽ പ്രധാനമായിട്ട് ഈ നാട്ടിലുള്ള എല്ലാവരും ഒഗ്ഗട്ടോടുകൂടെ നിൽക്കുന്നത് കൊണ്ട് ബാല്യക്കാരുടെ ഇടയിൽ ഒഗ്ഗട്ടുണ്ടായ, നാട്ടിലുള്ള വയസ്സന്മാരുടെ ഇടയിൽ ഒഗ്ഗട്ടുണ്ടായ, നാട്ടിലുള്ള ഉമ്മമാരുടെ ഇടയിൽ ഒഗ്ഗട്ടുണ്ടായ, നാട്ടിലുള്ള കമ്മിറ്റിക്കാരുടെ ഇടയിൽ ഒഗ്ഗട്ടുണ്ടായ, യാതൊരു സംശയമില്ല. ഇതങ്ങനല്ല. ആകെ 10 കമ്മിറ്റിന്റെ മെമ്പർമാർ 10, ഒരു അഭിപ്രായം എത്ര? 1.5 ലക്ഷം അങ്ങനെ ഉണ്ടാകാൻ വേണ്ടി കഴിയല്ല. അൽഹംദുലില്ലാ ഇവിടെ അങ്ങനല്ല. ഞാൻ മുത്തലിബ് വന്നപ്പോൾ എന്നോട് ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞ് ഈ നാട്ടുകാരെല്ലാം കൂടുതൽ വിഷയത്തിലെല്ലാം സഹകരിക്കും. ഏത് വിഷയം ചെല്ലിയാലും ജാവോ പോലോ പൈസ ഉണ്ടായില്ലേ അതൊന്നുമില്ല. ആ സമയത്ത് അള്ളാഹു ഖൈർ തരുന്നു. ഒരു നാട്ടിൽ ഒഗ്ഗട്ടുണ്ടാകുമ്പോൾ അള്ളാഹു മലക്കുകളെ കൊണ്ട് നാട്ടിൽ സഹായിക്കും. ആ സഹായം അള്ളാഹു നമ്മുടെ ഈ മഹല്ലിലും ഈ നാട്ടിലൊക്കെ നൽകുമാറാവട്ടെ. കമ്മിറ്റി ഭാരവാഹികളൊക്കെ അവർക്ക് ഓരോരോ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. കുല്ലുക്കും റാഇ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. ഓരോരോ ഉത്തരവാദിത്വം. പള്ളിന്റെ ഖിദ്മത്ത് അത് അർശിന്റെ തണൽ കിട്ടുന്ന വിഷയമാണ്. പള്ളിന്റെ പ്രസിഡന്റ് ഇല്ലെങ്കിൽ പള്ളിന്റെ ഹൗദ് കയറുന്ന ആളാണ് പള്ളിന്റെ പ്രസിഡന്റ്, പള്ളിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആൾ. അപ്പൊ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ എന്താക്കണം, ഈ പള്ളിയുമായി മദ്രസയുമായി ബാക്കിയുള്ള എല്ലാ വിഷയമായി, പ്രത്യേകിച്ച് ഇതൊക്കെ ഈ പിന്നെ ഹൈവന്റെ ഒരു ഭാഗം കൂടിയാണ്. നിങ്ങളൊക്കെ സഹകരിക്കണം. ഇവിടുത്തെ ഇംപ്രൂവ്മെന്റിന് എല്ലാവരുടെയും സഹായങ്ങൾ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് ഏതായാലും ഇത്ര നേരം ഇരുന്നില്ല. ഒരു 11 തഹ്ലീൽ മരിച്ചുപോയവരെ പേരിൽ നമുക്ക് താജുൽ ഉലമ ഉസ്താദിന്റെ ഉറൂസ് അടുക്കുന്നു. അതിന്റെ കൂടെ സാധുവായ ഞാന് മഹാനായ സുരുവൈൽ ഉസ്താദ്, അത് ഒന്നുകൂടി ഒറ്റ വാക്ക്, സുരുവൈൽ ഉസ്താദ് വലിയ നമ്മളെ പിന്നെ സ്ഥാപനത്തിന്റെ ബാനിയാണ്. ചിലപ്പോൾ സുരുവൈൽ ഉസ്താദ് ഈ ഭാഗത്ത് ചിലപ്പോൾ എല്ലാവർക്കും അത്ര വലിയ പരിചയം ഉണ്ടാകൊള്ളണമെന്നില്ല. ഉസ്താദ് നല്ല മുഖ്ലിസായി ദീനിന്റെ ദഅവത്തിലായി നിന്ന് താജുൽ ഉലമ ഉസ്താദെല്ലാം നിക്കാഹിന്റെ സദസ്സിൽ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അബ്ദുറഹ്മാൻ മുസ്ലിയാർ ദ്വാരക്കണമെന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും 1-2 മഹല്ലുകളിലെല്ലാം ബക്കൽ ഉസ്താദും അബ്ബാസ് ഉസ്താദും എല്ലാവരും ഉണ്ടാകുമ്പോൾ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മ. ഉസ്താദ് ആ രൂപത്തിൽ വലിയ ആശക്കും അതിനേക്കാളും കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് ലഭിച്ച ആളുമാണ്. അള്ളാഹു ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. മഹാനായ ഉസ്താദ് അവറുകൾ തുടങ്ങിയ സ്ഥാപനമാണ് ദാറുൽ അശ്രിയ എന്ന മഹത്തായ സ്ഥാപനം. ഉസ്താദിന് വലിയ പിടുത്താണ് ഇത് ബദരീങ്ങളെ വലിയ പിടുത്തം. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ബദരിയത്ത് ധാരാളം ചൊല്ലും. കഴിയുന്നത്ര നിങ്ങൾ എന്താക്കണം, മുടങ്ങാതെ ബദരിയത്ത് ചൊല്ലിയാൽ അതിന്റെ കാവൽ അല്ലാഹു നമുക്ക് തരും. ബദരിയത്ത് ധാരാളം ഉണ്ടാവും. ഉസ്താദ് അങ്ങട്ട് ചൊല്ലും. അതിന്റെ ഫലങ്ങൾ കൊണ്ട് അൽഹംദുലില്ലാ ഉസ്താദ് ദാറുൽ അശ്രിയ എന്ന സ്ഥാപനം അൽഹംദുലില്ലാ തുടങ്ങി. മരിക്കുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഉസ്താദ് അവിടെ വന്നിട്ട് എന്റെ മണ്ണ് ഉള്ള സ്ഥലം ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് മണ്ണ് അവിടുന്ന് അള്ളാഹു സാക്ഷിയല്ല, മണ്ണ് എടുത്തിട്ട് ആ മണ്ണ് നെഞ്ഞിലേക്ക് വെച്ചിട്ട് എന്റെ മണ്ണിടേണ്ട സ്ഥലം ഇവിടെയാണ് എന്ന് പറഞ്ഞിട്ട് പോയി. ഉസ്താദ് അന്ന് രാത്രി മരണപ്പെട്ടു പോയി. പിറ്റന്നാൾ താജുൽ ഉലമ ഉസ്താദ് വന്ന് മയ്യത്ത് നിസ്കരിച്ചിട്ട് എല്ലാവരും അതേ സ്ഥലത്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും എന്ന് മണ്ണിടുമ്പോഴാണ് അതിന്റെ പോരിശറിഞ്ഞത്. ആ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി എല്ലാവരും ദുആറക്കണം ഇൻഷാ അല്ലാഹ്. മഹാനായ സുരുവൽ ഉസ്താദിന്റെ ആണ്ട് ഈ വരുന്ന ഒക്ടോബർ 23, 24 വ്യാഴം വെള്ളി ദിവസങ്ങൾ നടക്കുന്നത്. ആ സ്ഥാപനത്തിൽ കുറെ യതീമക്കളും കുറെ മുതഅല്ലിമീങ്ങളും കുറെ മുതഅല്ലിമീങ്ങളും കുറെ പാവപ്പെട്ടവരെല്ലാം ഉണ്ട്. അപ്പോൾ ഈ ആണ്ടിനോടനുബന്ധിച്ച് സന്തലായിട്ട് എല്ലാ മഹല്ലുകളിൽ നിന്നും ആ യതീമക്കൾക്ക് അരിയും പഞ്ചസാരയും അതുപോലെ തേങ്ങയും മറ്റൊക്കെ ആയിട്ട് പല മഹല്ലുകളിലും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ വർഷം ഈ മഹല്ലിൽ നിന്നും ആ സന്തല് ഇൻഷാ അല്ലാഹ് വരണമെന്ന് അറിയിച്ചുകൊണ്ട് ഒരു 11 തഹ്ലീൽ ചൊല്ലിയിട്ട് നമുക്ക് ദുആറക്കാം ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വർഷം മാഷാ അല്ലാഹ് ഇവിടുന്ന് സുരുവൽ ഉസ്താദിന്റെ ആണ്ടിന് വേണ്ടിയിട്ട് സന്തലല്ലേ അരിയെല്ലാം തന്ന ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്, എത്തീമക്കൾക്ക് മുതഅല്ലിമീങ്ങൾക്കല്ല. അള്ളാഹു വലിയ സന്തോഷം കൊടുക്കട്ടെ. ഉസ്താദ് ഞാൻ ലൈവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൂടുതൽ നീട്ടി പറയാത്തത്. എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. പിന്നെ ഈ
ഉസ്താദ് ഈ ബസ്സിന് പോകുന്നൊരു സ്വഭാവമുണ്ട്. ബസ്സിന് പോകുന്നൊരു സ്വഭാവം. ഉസ്താദ് ബസ്സിലേ പോകും. ഈ പണ്ട് 15 വക കേട്, പണ്ടത്തെ 15 വക കേട് ഒരു കിതാബ്, അതൊന്നും ഇന്നില്ല. സ്റ്റാൻഡിൽ എല്ലാ പുരയിലും ഒരു ചെറിയ സ്റ്റാൻഡ് ഉണ്ടായി, ഒരു ചെറിയ ക്യാനലും ഒരു തീപ്പെട്ടിയും ഈ 15 വക കേടും ഉണ്ടാവും. ഇപ്പൊ പിന്നെ റിമോട്ട് ഉള്ളത് കൊണ്ട് അത് വെക്കാൻ വേണ്ടി സ്ഥലമില്ല. അങ്ങനെ ബസ്സിൽ കയറിയാൽ, അപ്പൊ ഞാൻ ചെറിയ കിടാവും, ബസ്സിൽ കയറിയാൽ ഉസ്താദ് എന്നെ അടുത്ത് എന്നിട്ട് ജോറ് ചൊല്ലി, ജോറ് ആമ്യം പറയാൻ വേണ്ടിട്ട് പറയും. ഈ ബസ്സിലാകുമ്പോ ഒരു നമുക്ക് അങ്ങനെയല്ല, നമ്മൾ സ്കൂളിലെല്ലാം പോകുന്ന ടൈം. അപ്പൊ ഉസ്താദ് ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കും, ബദ്രിയത്ത് ചൊല്ലിക്കും, സ്വലാത്ത് ചൊല്ലിക്കും. അപ്പൊ ഇങ്ങനെ ഓരോരോ എല്ലാ ജാതി ആൾമാരും ഉണ്ടാവുമല്ലോ ബസ്സിൽ, ദായിത്തമാർ ആര് ഇങ്ങനെ ഓരോരാൾ ഓരോന്നുണ്ടാവുമല്ലോ. കുറെ ആൾ ഡോങ്കി ആയിക്കൊണ്ട്, കുറെ ആൾ ചിരിച്ചോണ്ട്. ഉസ്താദ് ഇങ്ങനെ കൈ എത്തിയിട്ട് ദ്വാരക്കും. ഉസ്താദിന്റെ ബസ് അത് ശിവശങ്കര ബസ്സാ, പിന്നെ ഒരു ബസ്, അങ്ങനത്തെ ഒന്നും ചിന്തയൊന്നുമില്ല. അങ്ങനെ ഞാൻ പുരയിൽ പോയിട്ട് ഞാൻ പുരക്കാരോട് പറയുന്നുണ്ട്, ഈ പുരക്കേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉസ്താദിന് പുറത്തില്ല, ഈ ബസ്സിൽ തന്നെ ഓതണമെന്നിന്റെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും ഓർമ്മ. അങ്ങനെ ബദ്രിയത്ത് ഉസ്താദ് അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ വരുന്ന ഉപ്പളയിലാണ് ഞങ്ങളെ പോരെ, കേരളത്താണ് പോരെ. അപ്പൊ ഈ പമ്പോയിൽ വന്നിട്ട് പമ്പോയിൽ നിന്ന് കല്ലെടുക്ക പറഞ്ഞു, കല്ലെടുക്കുന്ന സുരുവേൽക്ക് പോകും. അപ്പൊ അന്ന് പമ്പോയിൽ നിന്ന് ബസ്സില്ല, വളരെ കുറവ്. എന്റെ ഓർമ്മയിൽ ബസ്സേ ഇല്ലാന്ന് കാണും. ബാംഗ്ലൂർ ബസ്സില്ല. അന്ന് അംബാസഡർ കാറാണ്. ഈ മൈക്കാലത്ത് നിന്ന് ഒബറിലേക്ക്, മൈക്കാലത്ത് നിന്ന് പുത്തൂർക്ക്, മൈക്കാലത്ത് നിന്ന് ബീച്ച് റോഡേക്ക് അംബാസഡർ കാർ. അംബാസഡർ കാർ എന്നില്ലെങ്കിൽ അങ്ങനെ മൈക്രോസ്കോപ്പിൽ നോക്കിയാലും ഡ്രൈവർ ആരും അറിയാല, അത്ര ആളുണ്ടാവും. ഫുള്ളെന്ന് പറഞ്ഞിട്ടുണ്ടാവും ആൾമാർ. എതിരിലുണ്ടാവും 45 ആള്, ബാക്കിലുണ്ടാവും 45 ആൾ. ആ ബസ്സിൽ പറഞ്ഞു പമ്പോയിൽ ആ സമയത്തല്ലേ മുണ്ടാസ് കെട്ടിയിട്ട് വൈകിട്ട് 6 മണിയായെങ്കിൽ ആരും നിൽക്കാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടല്ല, അത്ര പേടിയുള്ള സ്ഥലം. പിന്നെ ഇപ്പൊ മസ്ജിദുൽ തഖ്വയും ഏപ്പിസ്ഥാന്റെ പള്ളിയും മറ്റേ പള്ളിയെല്ലാം വന്നിട്ടാകുമ്പോ അൽഹംദുലില്ലാ ഇപ്പോഴാണ് പമ്പോയിൽ എന്താക്കി. മുമ്പ് അങ്ങനെ കഴിയില്ല. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ ഇത് ചുരുക്കി ഞാൻ പറയാം. അംബാസഡർ കാർ ഫുള്ളാള് നിറച്ചിട്ടാണ് വരുന്നത്. ചിലത് കള്ളു കുടിച്ചിട്ട് വരും, ചില ഡ്രൈവർമാർ അങ്ങനെയെല്ലാം ഉണ്ടാവും. ഉസ്താദിന്റെ കയ്യിൽ എന്റെ കയ്യിൽ ബാഗ് ഉണ്ട്. ഉസ്താദ് ഇങ്ങനെ നിന്ന്, അപ്പൊ ഒരു അംബാസഡർ കാർ വന്ന് നിന്ന് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. കേറാൻ ചെല്ലി ഞാൻ കയറി, ഉസ്താദ് കയറി, ആരും കേറ്റില്ല, വണ്ടി വിട്ടു. ഉസ്താദ് ചെല്ലി നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെല്ലാം. ബദരിയത്ത് ബാക്കിയുണ്ട്, അസ്മാഉൽ ഹുസ്ന ബാക്കിയുണ്ട്. അങ്ങനെ ഏതായാലും ഞാനും ചെല്ലാൻ തുടങ്ങി. BC റോഡോളം ഒരാളെയും വണ്ടിയിൽ കയറ്റിയില്ല, ഒറ്റൊരാളെയും കയറ്റിയില്ല. ആൾമാർ കൈ നീട്ട് നോക്കേറ്റുന്നില്ല. BC റോഡ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഉസ്താദിന്, സുരുവേൽ ഉസ്താദിന്റെ മനസ്സിൽ എന്തോ ഒരു ഇതായിട്ട് അവനോട് ചെല്ലി ആ ആളെടുക്കത്ത് ഉള്ളിലേ പോകുന്ന ഒരു ബദിയുണ്ട്, പണ്ടത്തെ ഒരു ചങ്കുണ്ട് അവിടെ, പണ്ടത്തെ സിറാത്ത് പാർ. അതിലൂടെ പോകുമ്പോ ഉസ്താദ് ചെല്ലിയുടെ ജപ്പറുണ്ട്, ഇറങ്ങാനുണ്ട്. അവൻ ഇങ്ങനെ നോക്കി, സമയം ലേറ്റായിട്ട് ഞാൻ പറഞ്ഞു. അവനിങ്ങനെ നോക്കിയിട്ട് അവൻ ഇങ്ങനെ ആക്കി. നോക്കുമ്പോ വിഷയം തന്നെ ഇത് നമുക്കറിയില്ല. അങ്ങനെ പിന്നെ വണ്ടിയിൽ കയറ്റി അവൻ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുപോവാണ്, ഇങ്ങനെ കൊട്ടേഷൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ആകെ പേടിച്ചു. ഉസ്താദ് അപ്പോഴും പറഞ്ഞു ഇവിടെ ഇറങ്ങാനുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്, അത് മറക്കുന്നില്ല. അപ്പോ അവൻ പറഞ്ഞ് മുണ്ടാൻ വേണ്ടി കഴിയല്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. പിന്നെ ഉസ്താദ് ഒന്നും മിണ്ടിയില്ല. മെൽക്കാറിലെത്തി ഉസ്താദ് ബദരിയത്ത് ഇങ്ങനെ ചെല്ലിക്കോണ്ടായി. ഞാൻ വേണാന്ന് ചെല്ലിട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടുണ്ടായ. പിന്നെ ഉസ്താദ് ചെല്ലുമ്പോ ഞാൻ ജോറ്. അപ്പൊ ഉസ്താദ് എല്ലാം കേട്ടി, ഇതുവരെ നിന്റെ തൊണ്ടക്ക് പസയില്ലാഞ്ഞല്ല, ഇപ്പോൾ ഈ പസ വന്നിനെ. ഞമ്മ അസ്രായിലിനെ കാണുമ്പോ പസയില്ല അതിന്റെ പുറം വരും.
അപ്പൊ ചോദിച്ച ചോദ്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഓടുന്ന ഇതുവരെ പസയില്ല ഓടുന്ന ഞാൻ കാരണം ഞാനിങ്ങനെ അസ്രായേൽ ഇങ്ങനെ വരുന്ന കാണുന്നേ. അപ്പോ ഏതായാലും ഉറപ്പന്നെ എന്ന രീതിയിൽ ഉസ്താദ് അത് ചൊല്ലിയിട്ട് ഉസ്താദ് അന്നൊരു പാട്ടും പാടി. ലാ റബ്ബ സീവാക അലാ മിൻ കുല്ലി ആഫാത്തിൻ ബലാ ലാ തിൻ മുസീബാത്തിൻ വലാ അൻത ഹമിയന്നാ യാ അല്ലാഹ് എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകളും മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എമൈക്കാക്കണം യാ റബ്ബനാ. അള്ള സാക്ഷി, കല്ലടക്കത്തെത്തുമ്പോ വിട്ല ക്രോസിൽ ഒരു അമ്പുണ്ട്. അപ്പൊ ഇപ്പതില്ല. ആ അമ്പിന്റെ അവിടെ എത്തുമ്പോ 2 ടയർ പൊട്ടിട്ട് അങ്ങോട്ട് തെറിച്ചു. ഒരു ടയർ പൊട്ടിത്തെറിച്ചാല് അത് ഫൾട്ടിയാ ഉറപ്പന്നെ. പക്ഷെ വണ്ടി കുതിര നിൽക്കുന്നത് പോലെ നിന്നു. ഞാനിതിപ്പോ പറഞ്ഞത് ആ മനുഷ്യൻ അമുസ്ലിമായ മനുഷ്യനാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷെ ആ മനുഷ്യന് ഉസ്താദ് പറഞ്ഞു, നീ ബച്ചപ്പായിക്കോളി മോനെ, നിന്നെ കണ്ടെങ്കിലൂടെ ഞമ്മളോട് വിടയല എന്ന് വിഷയങ്ങളെല്ലാം പറഞ്ഞ് അവനെ അടക്കി. ആ മനുഷ്യന് അത് കഴിഞ്ഞിട്ട് ഇതുവരെ എല്ലാ ഉസ്താദിന്റെ ആണ്ടിന് ഒരു വണ്ടി, ഒരു പിക്കപ്പ് സന്തൽ സാധനം കൊണ്ടുവരുന്നവർ നിങ്ങൾക്ക് മറ്റന്നാൾ ആണ്ടിന് കാണാൻ കഴിയും ആ മനുഷ്യൻ. അങ്ങനെ അൽഹംദുലില്ലാഹ് ഉസ്താദ് നല്ല ഇഖ്ലാസോട് കൂടെ തുടങ്ങിയത് കൊണ്ട് ആ സ്ഥാപനത്തിൽ കുറെ ആൾ അരിയും പഞ്ചസാരയും മറ്റൊക്കെ നൽകുന്നു. അള്ളാഹു അവരെ കൂടെ നമുക്ക് സ്വർഗം നൽകുമാറാവട്ടെ.